ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ കടന്നു വരുന്ന എല്ലാ വിശ്വാസികൾക്കും കൃപകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി ലഭിക്കുവാൻ അവരുടെ പെരുന്നാൾ ഞങ്ങൾ കൊണ്ടാടുന്നു ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥത മുഖാന്തരമായിരിക്കണമേ. ദൈവമാതാവിൻ്റെയും മാർത്തോമാസ്ലീഹായുടെയും ആരുടെ പെരുന്നാളിനെ കൊണ്ടാടുന്നുവോ ആ പരിശുദ്ധനായ പരുമലമാർ ഗ്രിഗോറിയോസിൻ്റെയും പ്രാർത്ഥനയാലും മധ്യസ്ഥതയാലും അപേക്ഷയാലും തന്നെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന നിരണം ഭദ്രാസനാധിപൻ അഭിനന്ദനായ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസ്തോസ് തിരുമേനി, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന മലങ്കര സഭയുടെ സീനിയർ മെത്രാപ്പോലീത്ത അഭിനന്ദനായ ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി, ഈ സമ്മേളനത്തിന് മുഖ്യ സന്ദേശം നൽകുന്ന ആദരണീയനായ ജിജി തോമസൺ IAS, പരുമല സെമിനാരിയുടെ അസിസ്റ്റന്റ് മാനേജർ KV ജോസഫ് റംബാച്ചൻ, പരുമല സെമിനാരി കൗൺസിൽ അംഗങ്ങളായ ശ്രീ ജേക്കബ് തോമസ് അരികൂറം, ശ്രീ തോമസ് ജി പരുമല, ശ്രീ ജി ഉമ്മൻ, പരുമല സെമിനാരിയുടെ അസിസ്റ്റന്റ് മാനേജർ ഫാദർ സൈമൺ സക്രിയ, വന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വമാണ് ബലഹീനനായ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കേണ്ടിയിരുന്നത് മലങ്കര സഭയുടെ അസോസിയേഷൻ സെക്രട്ടറിയായ ഡോക്ടർ ജോർജ് ജോസഫ് ആയിരുന്നു. നാളെ അദ്ദേഹത്തിൻ്റെ ബ്രദറിലോ സഹോദരിയുടെ ഭർത്താവ് ഇന്നലെ രാത്രി മരിച്ചുപോയതിനാൽ അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരുവാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കാനുള്ള ആ വലിയ ചുമതല എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. മലങ്കര സഭയുടെ സീനിയർ മെത്രാപ്പോലീത്തായ അഭിമന്യ ഒസ്താത്യോസ് തിരുമേനിയെ ഏറ്റവും ആദരപൂർവ്വം ഈ സ്റ്റേജിലേക്ക് നമുക്ക് വരവേൽക്കാം. എല്ലാവർക്കും ഇരിക്കാം. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ 109ാമത് ഓർമ്മപ്പെടുന്നാളാണ് ഈ വർഷം നാം ആഘോഷിക്കുന്നത്. 1902 നവംബർ മാസം 2-ാം തീയതി, അതായത് 109 വർഷങ്ങൾക്ക് മുമ്പ് ഇഹലോകവാസം വെടിഞ്ഞ ആ ധന്യാത്മാവിൻ്റെ പരിശുദ്ധമായ ഓർമ്മ പെരുന്നാൾ മലങ്കര സഭാ മക്കൾ മാത്രമല്ല, നാനാജാതി മതസ്ഥരായ ആളുകളും ഈ ഓർമ്മ പെരുന്നാളിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവമാണ്. പരിശുദ്ധനായ പരുമല തിരുമേനി തൻ്റെ 28ാമത്തെ വയസ്സിലാണ് ഈ പരുമല മണ്ണിൽ താമസമാക്കുന്നത്. അത് 1977 ഒരു കൊച്ചു മെത്രാപ്പോലീത്ത ആയി തൻ്റെ 28ാമത്തെ വയസ്സിൽ 1877 തിരുമേനി ഈ പരുമലയിൽ താമസമാക്കി. 25 വർഷക്കാലം തിരുമേനി ഈ പരുമലയിലാണ് താമസിച്ചത്. തിരുമേനിയുടെ ആ ധന്യമായ ജീവിതം കർമ്മനിരതമായിരുന്നു. ഒരു വലിയ മുനിശ്രേഷ്ഠനായ പരിശുദ്ധനായ പരുമല തിരുമേനി 24 മണിക്കൂറും കർമ്മനിരതനായി എന്ന്
പറഞ്ഞാൽ അതിൽ അല്പം പോലും അതിശയോക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തിരുമേനിയുടെ ജീവചരിത്ര രേഖകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിരാവിലെ 4 മണിക്ക് ഉണരുന്നതായ തിരുമേനി രാത്രി വളരെ വൈകി മാത്രമാണ് വീണ്ടും വിശ്രമത്തിനായിട്ട് തിരുമേനി ഉറങ്ങുവാനായിട്ട് പോകുന്നത്. അങ്ങനെ ഏതാണ്ട് 24 മണിക്കൂറും കർമ്മനിരതനായി തനിക്ക് വേണ്ടിയും തൻ്റെ സഭയ്ക്ക് വേണ്ടിയും താൻ വസിക്കുന്നതായ ഈ നാടിന് വേണ്ടിയും നാനാജാതി മതസ്ഥരായ എല്ലാ ഭക്തജനങ്ങൾക്ക് വേണ്ടിയും 25 വർഷക്കാലം കണ്ണുനീരൊഴുക്കി ഈ പരിമലയിൽ താമസിച്ച പരിമല തിരുമേനി ഈ പരിമലയെ പരിമളം പരത്തുന്ന ഒരു പുണ്യഭൂമിയാക്കി തീർത്തു. ഒരു വലിയ രൂപാന്തരമാണ് ഈ പരിമല തിരുമേനിയിലൂടെ സംജാതമായത് എന്ന് നാം ഓർത്തിരിക്കേണ്ടതാണ്. തിരുമേനി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ തിരുമേനിയുടെ മധ്യസ്ഥത തേടി തിരുമേനിയുടെ മധ്യസ്ഥതയിലൂടെയുള്ള അനുഗ്രഹം തേടി അനേകർ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും പരിമലയിൽ എത്തിയിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അന്ന് ആരംഭിച്ചതായ ആ ജനപ്രവാഹം 109 വർഷം കഴിഞ്ഞിട്ടും അനിശ്ചിതമായി ഇടതടവിനെ ഈ പരിമലയിലേക്ക് ഒഴുകിയെത്തുന്നതായ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് നമുക്കെല്ലാവർക്കും കാണുവാനും ദർശിക്കുവാനും കഴിയുന്നത്. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ സന്നിധിയിൽ ഈ സെമിനാരിയുടെ ഒരു എളിയ ശുശ്രൂഷകനായി സേവനം ചെയ്യുവാനുള്ളതായ വലിയ ഭാഗ്യം കഴിഞ്ഞ 5 വർഷമായി ബലഹീനായ എനിക്ക് ലഭിച്ചത് ഒരു വലിയ നിയോഗമായി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യാവസ്ഥയായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. എൻ്റെ വൈദിക ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അധികമായ സന്തോഷവും ആനന്ദവും ഈ പരിമലയിലെ ഈ ശുശ്രൂഷയിലൂടെ എനിക്ക് നേടുവാനും അനുഭവിക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ഒരു ജീവിത സാക്ഷ്യമാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി 109 വർഷം മുമ്പ് ഇഹലോകവാസം വെടിഞ്ഞുവെങ്കിലും ആ പുണ്യാത്മാവ് ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഇന്നും ജീവിക്കുന്ന, ഇന്നും പരിമളം പരത്തിക്കൊണ്ടിരിക്കുന്ന ആ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ 109ാമത് ഓർമ്മ പെരുന്നാൾ അനുബന്ധിച്ചുള്ള ഈ തീർത്ഥാടന വാരാഘോഷ ഉദ്ഘാടന സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥികൾക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതായ ആ വലിയ ഉത്തരവാദിത്വത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് അഭിനന്ദനായ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസ്തോസ്റ്റമോസ് തിരുമേനിയാണ്. തിരുമേനി നെരണം ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റ നാൾ മുതൽ പരിമല പെരുന്നാളിൻ്റെ ദിനങ്ങളിൽ ഒരാഴ്ചക്കാലം തിരുമേനിയുടെ സാന്നിധ്യം, തിരുമേനിയുടെ നേതൃത്വം, തിരുമേനിയുടെ പ്രാർത്ഥന, തിരുമേനിയുടെ പിന്തുണ നമുക്ക് ആവേശം പകരുന്ന അനുഭവമാണ്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് അഭിനന്ദനായ ക്രിസ്തോസ്റ്റമോസ് തിരുമേനിയെ ഏറ്റവും സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.
ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മലങ്കര സഭയുടെ സീനിയർ മെത്രാപ്പോലിത്ത ആയ അഭിനന്ദനായ ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ ഒസ്താത്യോസ് തിരുമേനിയാണ്. മലങ്കര സഭയുടെ വലിയ ബാവ ആയ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ ദിദിമോസ് പ്രഥമൻ തിരുമേനി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യണമെന്ന് നാം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അനാരോഗ്യം മൂലം തിരുമേനിക്ക് ഇന്ന് ഇവിടെ എത്തിച്ചേരുവാനായിട്ട് കഴിഞ്ഞില്ല. 2 ദിവസം മുമ്പാണ് തിരുമേനി നമ്മുടെ പരുമല ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി ദേവലോകത്തൊക്കെ മടങ്ങിയത്. വീണ്ടും 28-ാം തീയതി തിരുമേനി ഇവിടെ പരുമല പെരുന്നാളിനായിട്ട് എഴുന്നള്ളുന്നുണ്ട്. പരിശുദ്ധ അഭിനന്ദ ഗ്രിഗോറിയോസ് മാർ ഒസ്താത്യോസ് തിരുമേനി ഭദ്രദീപം കൊളുത്തി ഈ തീർത്ഥാടന വാരാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. തിരുമേനി നരണം ഭദ്രാസനത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഏതാണ്ട് 1.5 പതിറ്റാണ്ട് മുമ്പ് ഈ തീർത്ഥാടന പരുമല പെരുന്നാളിൻ്റെ അവിടെ ചേർന്നുള്ള ഒരാഴ്ചക്കാലം തീർത്ഥാടന വാരമായി പ്രഖ്യാപിക്കുവാനുള്ളതായ ശുപാർശ പരിശുദ്ധ സുന്നോദോസിന് നൽകുന്നത്. 1997 മുതൽ എഴുതാമോടനുബന്ധിച്ചുള്ള ഒരാഴ്ച തീർത്ഥാടന വാരമായി നടത്തി വരുന്നുണ്ട്. ഈ പെരുന്നാളിൻ്റെ ഈ തീർത്ഥാടന വാരാഘോഷ ഉദ്ഘാടന സമ്മേളനം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ എഴുന്നള്ളിയിരിക്കുന്ന അഭിനന്ദനായ ഒസ്താത്യോസ് തിരുമേനിയെ ഏറ്റവും ബഹുമാനപൂർവ്വം ഈ ശ്രേഷ്ഠമായ കർത്തവ്യം നിർവഹിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നാം എല്ലാവരും ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ആദരണീയനായ ശ്രീ ജിജി തോമസ് IAS ആണ്. മലങ്കര സഭയുടെ അരുമ സന്താനമാണ് ശ്രീ ജിജി തോമസൺ. മാവേലിക്കര സ്വദേശിയായ ജിജി സാറ് ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഡൽഹിയിൽ അഡീഷണൽ സെക്രട്ടറിയായി വളരെ സുദീർഘമായ നിലയിൽ സേവനം അനുഷ്ഠിക്കുന്ന ജിജി തോമസൺ സാർ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാലഘട്ടത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹം വഹിച്ചിട്ടുള്ളതായ ഉന്നതമായ പദവികളിൽ വളരെ ശോഭയോടുകൂടി ജ്വലിച്ചു നിന്ന ഒരു നല്ല IAS ഓഫീസറാണെന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമാണുള്ളത്. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളായി വളരെ ഉന്നതമായ പ്രശസ്തമായ സേവനം ഈ രാജ്യത്തിന് മുമ്പാകെ കാഴ്ചവെക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിലെല്ലാം ഉപരിയായി ഉത്തമ സഭാവിശ്വാസിയായ അദ്ദേഹം മലങ്കര സഭയുടെ ആധ്യാത്മിക മേഖലകളിൽ ജ്വലിച്ചു നിൽക്കുന്നതായ ഒരു അന്മായ ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളും നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ഇതിനു മുമ്പ് അനേക തവണ പരുമലയിൽ അദ്ദേഹം വന്നിട്ടുണ്ട്, ദൈവവചനം നമ്മോട് പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകളും ഉപദേശങ്ങളും കേൾക്കുവാൻ നമുക്ക് ധാരാളം അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ സമ്മേളനത്തിന് മുഖ്യ പ്രഭാഷണം നടത്തി നമ്മെ അനുഗ്രഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ജിജി തോമസൺ സാറിനെ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരുമല സെമിനാരിയുടെ അസിസ്റ്റന്റ് മാനേജർമാരായ ബഹുമാനപ്പെട്ട KV ജോസഫ് പ്രഭാഷൻ, നമ്മുടെ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനും അങ്കമാലി ഭദ്രാസനത്തിൻ്റെ അധിപനുമായ അഭിനന്ദനായ
യൂഹാനന്മാർ പോളിക്കാർബോസ് മെത്രാപ്പോലീത്ത തിരുമേനി ഇവിടെ എഴുന്നള്ളിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പരിമല തിരുമേനിയുടെ ആദ്യകാല വസതിയിൽ ആരംഭിക്കുന്നതായ അഖണ്ഡ പ്രാർത്ഥന തിരുമേനിയുടെ ആശീർവാദത്തോടുകൂടി തിരുമേനിയുടെ മക്കളാണ് അത് ഈ നവംബർ 1 വരെ നടത്തുന്നത്. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം കഴിഞ്ഞ 4 വർഷവും പെരുന്നാളിനോട് അനുബന്ധിച്ച് അഖണ്ഡ പ്രാർത്ഥന നടത്തുകയുണ്ടായി. ഈ വർഷവും അവിടെ തന്നെ ഈ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തുന്നതായ ഈ അഖണ്ഡ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുവാൻ ഇവിടെയൊക്കെ കടന്നു വന്നിരിക്കുന്ന അഭിനന്ദനായ പോളിക്കാർബോസ് തിരുമേനിയെയും ഏറ്റവും വിനയപുരസ്സരം ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിമല സെമിനാരിയുടെ അസിസ്റ്റന്റ് മാനേജർമാരായ പന്ന്യ KV ജോസഫ് പറമ്പാച്ചൻ, ബഹുമാനപ്പെട്ട സൈമൺസ് കറിയാശൻ, പരിമല സെമിനാരി കൗൺസിൽ അംഗങ്ങളായ ശ്രീ ജേക്കബ് തോമസ് അരികൂറം, തോമസ് G. പരിമല, G. ഉമ്മൻ, ഇവരെ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഈ മലങ്കര സഭയുടെ ഈ വലിയ പെരുന്നാളിൻ്റെ എല്ലാ ക്രമീകരണങ്ങൾക്കും മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇതിനുവേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന, ഇതിനാവശ്യമായ നേതൃത്വം നൽകുന്ന ഈ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെയും പരിമല സെമിനാരി കൗൺസിൽ അംഗങ്ങളെയും ഏറ്റവും സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വന്യരായ വൈദിക ശ്രേഷ്ഠർ പലരും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. പരിമല തിരുമേനിയുടെ നാമത്തിൽ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ വിശ്വാസിനികളെയും നമുക്കറിയാം, കൊടിയേറ്റ് കർമ്മത്തിൽ 10,000-കണക്കിന് ആളുകൾ പങ്കുചേർന്നു. എന്നാൽ ഈ സമ്മേളനത്തിലേക്ക് വന്നപ്പോൾ വിശ്വാസികളുടെ എണ്ണം വളരെ കുറഞ്ഞുപോയി. എങ്കിലും മുൻവർഷത്തേതിലും കൂടുതൽ ആളുകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള സന്തോഷമാണ് എനിക്കുള്ളത്. നിങ്ങളെ എല്ലാവരെയും പരിമല തിരുമേനിയുടെ നാമത്തിൽ ഈ യോഗത്തിലേക്ക്, ഈ പെരുന്നാളിലേക്ക് പ്രിയനുമായ ജിജി തോമസ് IAS അവറുകളെ, വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഒരു ഓർമ്മ പെരുന്നാൾ കൂടി കൊണ്ടാടുവാൻ, അതിൽ പങ്കാളികളാകുവാൻ ദൈവം നമുക്കെല്ലാവർക്കും ഭാഗ്യം, അവസരം തന്നിരിക്കുന്നു. ഓരോ വർഷം കഴിയും തോറും തിരുമേനിയുടെ ഖ്യാതിയും തിരുമേനിയോടുള്ള ഭക്തിയും വളരെ വ്യാപകവും വ്യാപ്തവുമായിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ഒരാഴ്ച കാലം നീണ്ടു നിൽക്കുന്ന പെരുന്നാളുകൾക്ക് വിവിധങ്ങളായ ആത്മീക കർമ്മ പരിപാടികൾക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നു. ആമുഖ വാക്കുകൾ വളരെ പരിമിതമായിരിക്കും. നമ്മുടെ മലയാളി സമൂഹത്തിനെ പറ്റിയിരിക്കുന്ന അപകടകരമായ അവസ്ഥ അനാവരണം ചെയ്യുന്ന ഒരു ലേഖനം, ഒരു കുറിപ്പ് ഞാൻ കാണുകയുണ്ടായി. ഡോക്ടർ GB അപ്പുക്കുട്ടൻ നായർ എന്ന് പറയുന്ന ഒരു ചിന്തകനും എഴുത്തുകാരനുമാണ് ഈ അവലോകനം നടത്തി ആശയങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും മലയാളി സമൂഹത്തിൽ അതൊരു മതത്തെയോ ഒരു സമുദായത്തെയോ സഭയോ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടല്ല, സമസ്ത മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഇടയിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന പ്രവണതകളെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ആശാസ്യമല്ലാത്ത അനേക പ്രവണതകൾ ഇവിടെ നമ്മുടെ ഇടയിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ 2-3 വാക്കുകൾ എന്നെ വളരെ വേദനിപ്പിച്ചത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിക്കട്ടെ. മുൻ തലമുറകൾ നേരിട്ടതിനേക്കാൾ സങ്കീർണവും പ്രക്ഷുബ്ധവുമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്നത്തെ തലമുറ കടന്നു പോകുന്നത് എന്ന്. ഒരു വശത്ത് അമിതമായ സ്വാതന്ത്ര്യ വാഞ്ചയും മറുവശത്ത് പുതിയ ജീവിത വീക്ഷണങ്ങളും മലയാളിയുടെ മനസ്സിനെ രോഗാതുരവും മലയാളിയുടെ സംസ്കാരത്തെ സങ്കീർണവുമാക്കി തീർത്തിരിക്കുന്നു. തിന്മയോട് ചേർന്ന് നിൽക്കുന്നതാണ്, തിന്മയിൽ ആയിരിക്കുന്നതാണ്
ഏറ്റവും സന്തോഷകരമെന്നും വളരെ പ്രയോജനകരം എന്നുള്ള മനസാക്ഷിക്ക് കുത്തലില്ലാത്ത ഒരു ദിവസത്തെ പത്രം പോലും വായിക്കുവാൻ കഴിയുന്നില്ല. മലയാളിയുടെ പുതിയ ജീവിത വീക്ഷണത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയിരിക്കുന്ന അവലോകനം വെട്ടിപ്പിടിച്ചും കടന്നു കയറിയും മത്സരിച്ചും തോൽപ്പിച്ചും നേടിയെടുക്കേണ്ട ഒരു മഹായുദ്ധമാണ് ജീവിതമെന്ന ഈ കാലഘട്ടത്തിൻ്റെ, അതായത് നവ ലിബറൽ സന്ദേശം യുവതലമുറയെ വെറും ഭൗതിക താല്പര്യമുള്ള സുഖജീവികളാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തു പറ്റി എന്ന് ചോദിച്ചാൽ, കടമകളും കടപ്പാടുകളും ഉത്തരവാദിത്വങ്ങളും എന്ത് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിന് നഷ്ടമായിരിക്കുന്നു. നമ്മുടെ കുടുംബ സങ്കല്പം പോലും മാറ്റിമറിക്കപ്പെട്ടു. ഏറ്റുമുട്ടാനായി ഒന്നിച്ചു കൂടുന്ന ഒറ്റപ്പെട്ട വ്യക്തികളുടെ താവളമായി ഓരോ വീടും, അത് ക്രൈസ്തവതേര ഏതുമെടുത്താലും ഓരോ വീടും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ പിടിയിലാകുന്ന കുറ്റവാളികളുടെ ശരാശരി പ്രായം 20 വയസ്സ് എന്ന് സ്ഥിതിവിവര കണക്കുകൾ വെളിപ്പെടുത്തുന്നു. ലളിതവും മൂല്യാധിഷ്ഠിതവുമായ ജീവിതം കാലഘട്ടത്തിന് ചേരുന്നതല്ല എന്ന് 47% ആൾക്കാരാണ് പ്രതികരിച്ചത്. തൻകാര്യം നേടാൻ ജീവിതത്തിൽ എന്തും ചെയ്യാം എന്നുള്ളത് 67% ആൾക്കാരുടെ അഭിപ്രായമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നീണ്ട ഈ പഠന റിപ്പോർട്ട് ഡോക്ടർ അപ്പുക്കുട്ടൻ നായർ ഉപസംഹരിക്കുന്നത് ഇപ്രകാരമാണ്: ചുരുക്കത്തിൽ, കേരളീയരുടെ ജീവിതം അഭൂതപൂർവമായ ചിന്താക്കുഴപ്പങ്ങളിലൂടെ കടന്നു പോകുകയാണ്. അനുകരണങ്ങളും നാട്യങ്ങളും ഭയവും ചേർന്ന് അവരുടെ ആത്മീയതയെ ഊഷരമാക്കിയിരിക്കുന്നു. കാര്യങ്ങൾ പലരും തുടരുന്നു. ഞാൻ അവസാനത്തെ വാചകം കൂടി വായിക്കുക. അടുത്ത ഒരു ദശകത്തിനുള്ളിൽ കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാകും. സമൂഹങ്ങളെയും കുടുംബങ്ങളെയും നിയന്ത്രിക്കുന്ന അലിഖിത വിശ്വാസ പ്രമാണത്തിൻ്റെ അവസാനത്തെ ചരടും അതോടെ പൊട്ടിപ്പോകും. ഈ ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പെരുന്നാൾ കൊണ്ടാടുന്നത്. ലോകത്തിന്റെ ഗതിയിൽ നിന്ന് വ്യതിചലിച്ച് വ്യത്യസ്തതയുടെ വിഭിന്നതയുടെ ഒരു പാതയിലൂടെ നമുക്ക് മുമ്പ് മാതൃകയായി നടന്നുപോയ ഒരു പുണ്യപുരുഷൻ പരിശുദ്ധനായ പരിമല തിരുമേനി. അദ്ദേഹത്തിന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ ഒരു മണ്ണ്. തൻ്റെ ആത്മീക ജീവിത ദർശനത്തിൽ അദ്ദേഹം നടന്നുപോയ ഒരു പാത മനുഷ്യത്വത്തിൻ്റെ, മാനവികതയുടെ, കരുണയുടെ, അലിവിൻ്റെ, ആർദ്രതയുടെ, മനുഷ്യ വ്യക്തി എന്ന നിലയിൽ മാത്രമല്ല സമൂഹമായി വിശുദ്ധീകരിക്കപ്പെടണമെന്ന് വളരെയേറെ നിർബന്ധ ബുദ്ധിയിൽ നടന്നുപോയ ഒരു മനുഷ്യനും അദ്ദേഹം നടന്നുപോയ ഒരു പാതയും അദ്ദേഹത്തിൻ്റെ പുണ്യപുരുഷന്റെ പാദങ്ങൾ പതിഞ്ഞ ഒരു മണ്ണും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഒരു ദിവ്യ സംസ്കാരം തീർത്ഥാടന സമൂഹത്തിന് ഇതായിരിക്കട്ടെ മാർഗദർശമായിരിക്കുന്ന കടന്നു പോകേണ്ടുന്ന ഒരു പാത. ഈ അവസാനത്തെ ചരടും പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നാം അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ പൊട്ടലിൽ പങ്കാളികൾ ആകുകയാണോ, അതോ ആത്മീക പാതയിൽ ആത്മീകതയുടെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് പൊട്ടിത്തകർന്നുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥിതികളുടെ, മാന്യതയുടെ, സഭ്യതയുടെ ചരടുകൾ ഇഴുകിച്ചേർത്ത് അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുകയാണോ നാം ചെയ്യുന്നതെന്ന് 109ാമത് പെരുന്നാളിൽ കൂടി വന്നിരിക്കുന്ന ഈ വേളയിൽ വിനയപൂർവ്വം ചിന്തിക്കണമേ എന്നോർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ വാക്കുകൾ ഉപസംഹരിക്കും. പരിശുദ്ധ പരിമല തിരുമേനിയുടെ 109ാം ഓർമ്മ പെരുന്നാളിന്റെ തീർത്ഥാടന വാരാഘോഷ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സഭാരത്നം അഭിനന്ദ ഡോക്ടർ ഗീവർഗീസ് മാർ ഉസ്താദിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ടാണ്. തിരുമനസ്സിനെ വളരെ ആദരപൂർവ്വം ഈ ഉദ്ഘാടന സന്ദേശത്തിനായി ക്ഷണിക്കുന്നു. അത്രയും ദൈവത്തിനെ മാത്രം സഹോദര മെത്രാപ്പൊലീത്തന്മാരെ,
കോർബിഷന്മാരെ, റംപാച്ചന്മാരെ, വൈദികരെ, ആത്മീയ മക്കളെ, 5 മിനിറ്റോട് ഞാൻ പ്രസംഗിക്കാൻ കാരണം എനിക്ക് ജിജിയുടെ ഒരു പ്രസംഗം കേൾക്കണം. അനേക IAS എനിക്കറിയാം. ജിജി തോമസിനെ പോലെ ജീവിതത്തിലെ സത്യവും നീതിക്കും വേണ്ടി നിൽക്കുന്ന മറ്റൊരു IAS എനിക്കറിവില്ല. പത്രം വായിക്കുന്നവർക്കല്ല അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ പ്രശ്നം കേൾക്കേണ്ടത് കൊണ്ടാണ് ഞാൻ അധികം ഒരു കാലം. രണ്ടാമത് ബാബായാണ് ഇന്നത് ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഡിസംബർ 9 ബാബായുടെ നാമത്തിൽ ഒരു കെട്ടിടം കോട്ടയം കുരിശുപള്ളിയുടെ അടുത്ത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതിട്ടിരിക്കുന്ന പേര് ബെസേലിയോസ് ദിദിമോസ് നവതി സ്മാരകമെന്നാണ്. 80 ലക്ഷം രൂപ ചിലവായ ഒരു കെട്ടിടമാണ്. പാവങ്ങൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ഉള്ളതാണ്. അദ്ദേഹത്തിന് പേരിടാൻ കാരണം എനിക്ക് സഭാരത്ന സ്ഥാനം തന്ന അദ്ദേഹമാണ്. മലബാർ ഭദ്രാസെ പുതുപ്പാടിയുടെ ഹോമാക്കി തന്ന അദ്ദേഹമാണ്. ഒരുപാട് കാര്യത്തിൽ ഈ സഭയെ വളർത്തിയ ആളാണ്. അതുകൊണ്ട് സൗകര്യമുള്ളവർ 9 പകരം അവിടെ വന്നാൽ നാംസിൻ്റെ മീറ്റിംഗ് അവിടെ ഉണ്ടായിരിക്കും. 8 വൈകിട്ട് കൂതാശയും അതിരാവിലെ ചാപ്പൽ കൂതാശയിൽ നടക്കും. ക്രിസ്മസ് തിരുമേനി അതിൻ്റെ പ്രധാന പ്രവർത്തകനാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഒടുവിലായിട്ടൊരു വാക്കോടെ പറയുന്നത്, ഇന്ന് മഹാജനത്തെ കണ്ടുകൊണ്ട് ഞാനൊരു വാക്ക് പറഞ്ഞു, മദ്യപിക്കരുതെന്ന്. പീപ്പിൾസ് റിപ്പോർട്ട് ഒരു ഇംഗ്ലീഷ് മാസിക വരുന്നുണ്ട്. നമ്മുടെ ബാബാമാരൊക്കെ ഉപവസിച്ചതിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. കള്ളുകൂടിയന്മാരുടെ മീറ്റിംഗ് ആയിരുന്നത്. ഞാൻ മറുപടി എഴുതിയെങ്കിലും പബ്ലിഷ് ചെയ്തില്ല. പീപ്പിൾസ് റിപ്പോർട്ടിൽ അങ്ങനെ ഒരു കള്ള റിപ്പോർട്ട് കൊടുത്തതിൽ ദുഃഖിക്കുന്നെങ്കിലും കുറേ സത്യമുണ്ട്. മദ്യപന്മാർ കൂടിക്കൊണ്ടിരിക്കുന്നതിൽ നശിക്കാൻ പോവുകയാണ്. അതാണ് ഞാനവിടെ പറഞ്ഞത്. ഈ പെരുന്നാൾ മദ്യപിച്ച് വരാൻ പാടില്ല, മദ്യപാനം വേണ്ടാന്ന് വെച്ചത് മതി, അത്ര വരേണ്ട ആവശ്യമില്ല. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വലിയ മീറ്റിങ്ങിൻ്റെ പ്രസംഗനായ ജിജിയെ ക്ഷണിച്ചുകൊണ്ട് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാൻ പ്രസ്താവിക്കുന്നു. എല്ലാവരും കൈകൊണ്ടതിന് വേണ്ടി കടന്നു വന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അഡീഷണൽ സെക്രട്ടറിയായ മലങ്കര സഭയുടെ അരിമ സന്താനവുമായ ജിജി തോമസൺ സാറിനെ വളരെ വിനയപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യ ക്രിസോസ്റ്റമോസ് തിരുമേനി, ഉദ്ഘാടകൻ അഭിമന്യ ഒസ്താത്യോസ് തിരുമേനി, അഭിമന്യ പോളിക്കാർപ്പോസ് തിരുമേനി, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരിക്കൽ കൂടി പരിശുദ്ധ പരമല തിരുമേനിയുടെ സന്നിധാനത്തിൽ വന്ന് അല്പസമയമെങ്കിലും നിങ്ങളോട് സംവദിക്കാൻ വീണ്ടും എനിക്ക് ഒരു അവസരം ലഭിച്ചിരിക്കുന്നു. ഇത് എൻ്റെ ഭാഗ്യമാണ്, സുഹൃതമാണ്. ഇതിന് ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് നൽകിയ ദൈവം തമ്പുരാനോടുള്ള നന്ദി, കൃതജ്ഞത, സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്യമത്തിലേക്ക് കടക്കട്ടെ. പരിശുദ്ധ പരമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ
രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തർ തീർത്ഥാടകരായി എത്തുകയാണ്. ഇത് ഓരോ വർഷം കഴിയുന്തോറും തീർത്ഥാടകരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. അത് പരുമലയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ തീർത്ഥാടകരുടെ എണ്ണം കൂടി വരികയാണ്. ഈ അവസ്ഥാവിശേഷവും ഇന്ന് അഭിമന്യ ക്രിസോസ്റ്റമോസ് തിരുമേനി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ചിന്തകളും വാസ്തവത്തിൽ വളരെ കോൺട്രഡിക്ടറിയാണ്. എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ചിന്തിക്കാൻ പറ്റിയ ഒരു അവസരമാണ് ഇത് എന്ന് ഞാൻ കരുതുന്നു. ഹൈന്ദവരുടെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമുണ്ട് ഭാരതത്തിൽ. അത് അമർനാഥ് ഗുഹയാണ്. അമർനാഥ് ഗുഹകള് ഹിമാലയത്തിലുള്ള ഒരു ഗുഹയാണ്. അവിടെ ചെന്ന് ആ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചെല്ലുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. സാധാരണക്കാർക്ക് അവിടെ ചെന്നെത്താൻ പറ്റില്ല. നല്ല ആരോഗ്യമുള്ളവർക്ക് അവർക്ക് മാത്രമേ ആ മലയെല്ലാം കയറി ഈ ഗുഹയിൽ ചെന്ന് അവരുടെ മൂർത്തിയെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. അമർനാഥ് ഗുഹയിലേക്ക് തീർത്ഥാടനം നടത്തുക എന്ന് പറയുന്നത് ഒരു ഹൈന്ദവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശിഷ്ടമായ ഒരു തീർത്ഥാടനമാണ്. ഇങ്ങനെ അമർനാഥ് ഗുഹയിലേക്ക് തീർത്ഥാടനം നടത്തുന്ന ഭക്തന്മാരുടെ കൂട്ടത്തില് ഒരു സ്ത്രീ അവർ ആ ദൂരം മുഴുവനും അമർനാഥ് ഗുഹയിലേക്കുള്ള മലകൾ മുഴുവനും സ്വന്തം ശരീരം കൊണ്ട് അളന്ന്, എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ നടക്കുന്നതിന് പകരം സാഷ്ടാംഗം പ്രണമിച്ച് ഗുഹയിലേക്ക് പോകുന്ന അത്ഭുതകരമായ ഒരു കാഴ്ച ഒരിക്കൽ ഒരു മിഷണറി കണ്ടു. എന്നിട്ട് അദ്ദേഹം ആ സ്ത്രീയോട് ചോദിച്ചു, നടന്നു പോകാവുന്ന ദൂരമാണല്ലോ ഉള്ളത്, ഒരുപാട് എല്ലാ തീർത്ഥാടകരും നടന്നു പോകുമ്പോൾ നീ മാത്രം എന്തിന് ഇങ്ങനെ പൂർണ്ണമായും കിടന്ന് അല്ലെങ്കിൽ സാഷ്ടാംഗം പ്രണമിച്ച് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ആ സ്ത്രീയോട് ചോദിച്ചു. ഇപ്പോൾ പാവപ്പെട്ട ആ സ്ത്രീ പറഞ്ഞു, ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു, ഉസ്കി ദർശൻ കേലിയെ, അവൻ്റെ ദർശനത്തിന് വേണ്ടി, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പാടുകൾ സഹിച്ച് പോകുന്നത്. നാം ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ പോകണം? ഇവിടെ അഭിമന്യ ഒസ്താത്യോസ് തിരുമേനി പറഞ്ഞു, മദ്യപാനികൾ ഇവിടെ പ്രവേശിക്കരുത്, ഇവിടെ വന്ന് വഴക്കുണ്ടാക്കരുത്. ഇത് പരിപാവനമായ ഒരു സ്ഥലമാണ്. മലന്തര കണ്ട മഹാപരിശുദ്ധൻ നടന്ന സ്ഥലം, അദ്ദേഹം ജീവിച്ച സ്ഥലം, അദ്ദേഹത്തിന്റെ പുണ്യ പ്രവൃത്തികൾ കൊണ്ട് പരിമളം പരത്തിയ സ്ഥലം. ഇന്നും അനേകായിരങ്ങൾ അദ്ദേഹത്തെ ഓർക്കുകയും അദ്ദേഹത്തിന്റെ പുണ്യസ്മൃതികളിൽ ആവേശം കൊള്ളുകയും അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലം. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നാം കടന്നു വരുമ്പോൾ എങ്ങനെയുള്ളവരായിരിക്കണം? ഈ നേരത്തെ പറഞ്ഞ ഈ പാവപ്പെട്ട സ്ത്രീ ചെയ്തതുപോലെ ആവണം ഇവിടെ വരേണ്ടത്. ഇവിടെ വരുമ്പോൾ സാഷ്ടാംഗം പ്രണമിച്ചു വരണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം അവന്റെ മുൻപാകെ സമർപ്പിക്കണം. നമ്മള് നിത്യവും കാണുന്ന കാഴ്ചയാണല്ലോ ശബരിമലയിലേക്ക് തീർത്ഥാടകർ പോകുന്നത്. 40 ദിവസം വ്രതം നോക്കിയിട്ട് ഈ തീർത്ഥാടകർ ഇരുമുടിക്കെട്ടുമായി ശബരിമലയിലേക്ക് പോകുന്ന കാഴ്ച നാം എല്ലാവരും കാണുന്നതാണ്. ഇന്ന് ആ വ്രതം കൃത്യമായി നോക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒന്നെനിക്കറിയാം, ഉത്തരേന്ത്യയിൽ നിന്നും വരുന്ന ഭക്തർ തീർച്ചയായും ആ 40 ദിവസവും വ്രതം നോക്കി തന്നെയാണ് വരുന്നത്. അവർ ഇരുമുടിക്കെട്ടുമായി നടന്ന് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നടന്നു വരുന്ന കാഴ്ച ഞാൻ കാണാറുണ്ട്. അവർ ഇരുമുടിക്കെട്ടുമായി ശബരിമലയിൽ പോയിട്ട് എന്താണ് ചെയ്യുന്നത് എന്നും ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. ഞാൻ ശബരിമലയിൽ പോയിട്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഭക്തർക്ക് കഷ്ടിച്ച ഒരു 1/2 സെക്കൻഡാണ് ദേവനെ കാണാനുള്ള ഒരു അവസരം. എന്ന് പറഞ്ഞാൽ അതിനു മാത്രം ആൾക്കാരാണ് വരുന്നത്. ഒരാൾ വന്ന് ദേവന്റെ മുൻപിൽ നിൽക്കുന്നു, അദ്ദേഹം തള്ളി മാറ്റി അടുത്ത ആൾ എത്തിക്കഴിഞ്ഞു. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവർ എന്താ ചെയ്യുന്നത്? ഇവർ ഇരുമുടിക്കെട്ടുമായിട്ടാണ് പോകുന്നത്. ഈ ഇരുമുടിക്കെട്ടുമായി ചെന്നിട്ട് ദേവന്റെ തിരുനടയിൽ ഈ തേങ്ങയെല്ലാം എറിഞ്ഞുടയ്ക്കുകയാണ്. ഇത് വളരെ പ്രതീകാത്മകമായ ഒരു നടപടിയാണ്.
എന്തിനാണ് അവരിങ്ങനെ ചെയ്യുന്നത്? ദേവന്റെ തിരുമുൻപിൽ ചെന്നിട്ട് അവർ തേങ്ങ എറിഞ്ഞുടയ്ക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? തൻ്റെ സർവസ്വമായ, തൻ്റെ എല്ലാമായ ദേവന്റെ തിരുമുൻപിൽ ഞാൻ എൻ്റെ എല്ലാ ചിന്തകളും, അഹം അഹം എന്ന ഞാൻ എന്ന ചിന്തയും എൻ്റെ എല്ലാം ഞാനിതാ എറിഞ്ഞുടയ്ക്കുന്നു. ഞാൻ നിന്റെ മുൻപിൽ ഒന്നുമില്ലാതെയാകുന്നു എന്നാണ് ആ ഭക്തൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാണോ നമ്മൾ ഇതുപോലെ നമ്മുടെ സർവസ്വവും, അഹം എന്ന നമ്മുടെ ചിന്തകളും, ഞാൻ എന്നുള്ള എൻ്റെ വലിയ ചിന്തകളും ഇതെല്ലാം ഈ തിരുമുൻപിൽ വന്ന് എറിഞ്ഞുടയ്ക്കുന്നത്, അന്നാണ് നമ്മുടെ തീർത്ഥാടനം അർത്ഥവത്താകുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്താണ്? ഈ ഭൂലോകത്തിൽ ജനിച്ചു വീഴുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കലാണ്. ദൈവത്തെ ആരാധിക്കലാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും പ്രധാനമായ ഡ്യൂട്ടി. അതിൽ കവിഞ്ഞൊരു ഡ്യൂട്ടി ഇല്ല. അതാണ് ഏറ്റവും പ്രധാനം. ഇതുകൊണ്ടാണ് നമ്മുടെ ഓർത്തഡോക്സ് സഭ ആരാധനയ്ക്ക് വലിയ പ്രാമുഖ്യം നൽകുന്നത്. ആരാധന കഴിഞ്ഞിട്ടേ ബാക്കി എന്തുമുള്ളൂ. ആരാധനയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യം നൽകുന്ന മറ്റൊരു സഭയുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും കുറച്ച് ആരാധന കൂടി പോയില്ലേ എന്നൊക്കെ ഞാൻ സംശയിക്കാറുണ്ട്. എന്നാൽ ഒരു കാര്യം തീർത്തു പറയാം, ആരാധന അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി. ദൈവം നമ്മൾ ചില മദ്ബഹായിലൊക്കെ ചെല്ലുമ്പോൾ, പഴയ പള്ളികളിലെ മദ്ബഹായിൽ നോക്കുമ്പോൾ നാം കാണും അവിടെ ഒരുപാട് മാലാഖമാരുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നത് കാണും, അല്ലെങ്കിൽ അവിടെ കൊത്തി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ മാലാഖമാര് ആരാണ്? മാലാഖമാരുടെ വൃന്ദത്തിൽ ഒരു വൃന്ദമുണ്ട്, കെരൂബുകൾ. അവരുടെ ജോലി എന്താണ്? 24 മണിക്കൂറും ദൈവത്തെ ആരാധിക്കുക. കെരൂബുകളിൽ അധിവസിക്കുന്നവനെ എന്ന സങ്കീർത്തനത്തിൽ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. കെരൂബുകളുടെ ജോലിയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ് ആരാധിക്കുക. അങ്ങനെ ആരാധിക്കുന്ന ദൈവത്തെ നാം 24 മണിക്കൂറും ആരാധിച്ചില്ലെങ്കിലും അവനെ സ്മരിക്കേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. അവനോട് എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെയാണ് നാം അവന്റെ തിരുമുൻപിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കേണ്ടത്? ആ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരിക്കണം? അത് വളരെ നീണ്ടതായിരിക്കണമോ, കുറിയതായിരിക്കണമോ? അത് വളരെ ഹൃദയസ്പർശിയായിരിക്കണമോ? അത് എങ്ങനെയാണ്? അത് എഴുതി വായിക്കണമോ? ഇങ്ങനെയുള്ള സംശയങ്ങൾ നമുക്ക് മാത്രമല്ല കർത്താവിന്റെ 12 ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു. അവരത് പാവപ്പെട്ട ഈ 12 ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് അവർക്കൊരു പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു. ഇന്നോളം ലോകം കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ, ഏറ്റവും ചിന്തനീയമായ, ഏറ്റവും സുന്ദരമായ പ്രാർത്ഥന അത് മാത്രമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ആ പ്രാർത്ഥന ആയിരിക്കുന്നു. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ എന്ന് നാം നിത്യവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ ഒരുപാട് സംഗതികൾ അടങ്ങിയിരിക്കുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഞാൻ കാണുന്നത് ഇതിനെ നമുക്ക് 6 ഭാഗങ്ങളായിട്ട് നമുക്കതിനെ ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ ഭാഗം എന്താണ്? കർത്താവ് എന്തിനാണ് നമുക്കിപ്പോൾ ദൈവത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ നാം സാധാരണ സർവശക്തനായ പിതാവേ, പട്ടാങ്കപ്പെട്ട ദൈവം തമ്പുരാനെ, അല്ലെങ്കിൽ ലോകൈക നാഥ, സർവേശ്വര, കാരുണ്യവാരിധേ, ദയാനിധേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അഭിസംബോധന ചെയ്യാം, ഇല്ലേ? പക്ഷെ അതിനു പകരം കർത്താവ് പറഞ്ഞിരിക്കുന്നു, ദൈവത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ എന്താ വിളിക്കേണ്ടത്? അപ്പാ എന്ന് വിളിക്കണം. അരാമിക് ഭാഷയില് കർത്താവ് ഇത് ആദ്യം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തത് അബ്ബാ എന്ന് വിളിക്കണം എന്നാണ്. അരാമിക് ഭാഷയിൽ അബ്ബ എന്ന് പറഞ്ഞാൽ അപ്പ, ഡാഡി എന്ന അർത്ഥം. നോക്കൂ, ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന സ്ഥലത്ത് ഇവിടെ കുഞ്ഞുങ്ങളില്ല, അല്ലെങ്കിൽ അവിടെ ഉള്ളവരോട് അമ്മമാരും അപ്പന്മാരും ഇവിടെ ഉള്ളവരോട് പറയുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയണം, ഈ പ്രാർത്ഥനയില് മൈ ഡിയർ ഡാഡി എന്ന് വിളിച്ചെന്ന് പറഞ്ഞു നോക്കിക്കേ. എൻ്റെ അപ്പ എന്ന് പറഞ്ഞ് ഞാൻ ഒരാളെ വിളിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ആ പേഴ്സണൽ ഇൻറ്റിമസി, ആ വ്യക്തിയോട് തോന്നുന്ന ആ ഏറ്റവും അടുപ്പം എത്ര വലുതായിരിക്കും. ഞാൻ പലപ്പോഴും അച്ഛന്മാരോട്, എനിക്ക് എൻ്റെ പരിചയമുള്ള അച്ഛന്മാരോടൊക്കെ ഞാൻ പറയാറുണ്ട്, അച്ഛന്മാർ പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും അവര് വിശ്വാസികളുടെ സമൂഹമേ എന്ന് വിളിക്കും. എനിക്കതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല, പക്ഷെ ഞാനത് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഒരു ഇൻറ്റിമസി എനിക്ക് തോന്നുന്നില്ല.
വിശ്വാസികളുടെ സമൂഹമേ എന്ന് പറയുമ്പോൾ ഒരു വലിയ കോൺഗ്രിഗേഷൻ എന്ന പറയുക. ഇപ്പം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഋഷിമാരിൽ ഒരാളായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം ചെറുപ്പകാലത്ത് 10-25 വയസ്സുള്ള സമയത്ത് അമേരിക്കയിലെ ചിക്കാഗോയിൽ പോയിട്ട് വേൾഡ് റിലീജിയസ് കോൺഫറൻസിനെ അഭിസംബോധന ചെയ്തു. അദ്ദേഹം എങ്ങനെ അഭിസംബോധന ചെയ്യുന്നറിയാമോ? ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക, മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക, അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ എന്ന് പറഞ്ഞാണ് പ്രശസ്തമായ ആ പ്രസംഗം തുടങ്ങുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അവരുമായി ഒരു ഇന്റിമസി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കും, അച്ഛന്മാരെ പ്രസംഗിക്കുമ്പോൾ ഈ വിശ്വാസികളുടെ സമൂഹമേ എന്ന് പറയുന്നവരും ഞാൻ ഐ സ്റ്റാൻഡ് കറക്റ്റഡ്, ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല, എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ, ഒത്തിരി വ്യത്യാസം ഉണ്ടാവും ഇല്ലേ? അവിടെ ഇരിക്കുന്ന അമ്മച്ചി ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പാണ് അവരെന്നോട് യോജിക്കുന്നുവെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റിമസി വേണം, ആ ഇന്റിമസി ഉണ്ടാക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് സർവശക്തനായ ദൈവം തമ്പുരാനെ എന്നല്ല പറയേണ്ടത്, എൻ്റെ അപ്പാ എന്നൊന്ന് പറഞ്ഞ് വിളിക്കണമേ എന്ന്. അപ്പോൾ അപ്പൻ്റെ ക്യാരക്ടറാണ് അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തേത് അപ്പൻ്റെ സ്വഭാവം. അപ്പൻ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും അത്തൻ മക്കളോട് കരുണ കാണിക്കുന്നവൻ അല്ലേ? നമ്മൾ അപ്പനോട് തട്ടിക്കയറും, ചിലപ്പോൾ നാം അനുസരിക്കാതിരിക്കും, അവനോട് ചിലപ്പോൾ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം നാം രഹസ്യത്തിലെങ്കിലും ഇങ്ങനെ ഒരു മനുഷ്യൻ എന്ന് വിചാരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ അപ്പൻ നമ്മളോട് ക്ഷമിക്കും ഇല്ലേ? നമുക്ക് വേണ്ടി എല്ലാം കരുതും, നമുക്ക് വേണ്ടി എല്ലാം നൽകും, നമുക്ക് വേണ്ടി അവരുടെ സർവസ്വവും മാറ്റിവെക്കും. അങ്ങനെയുള്ള ഒരാളാണ് അപ്പൻ. അങ്ങനെയുള്ള ആളാണ് അപ്പനാണ് നമ്മുടെ ദൈവം തമ്പുരാൻ. ആ ദൈവം തമ്പുരാനെ വിളിക്കേണ്ടുന്നത് എൻ്റെ പ്രിയപ്പെട്ട അപ്പ എന്നാണ്. സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പിതാവേ എന്ന് വേണം വിളിക്കാൻ എന്ന് പറയുന്നു. പിന്നെ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. ഇവിടെ നോക്കൂ, ഇന്ന് ഒസ്താത്യോസ് തിരുമേനിമാരെല്ലാവരും ഇവിടെ അവർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി എന്നാ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കലാണ്. അവന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അതാണെങ്കിൽ അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കണം? ഒരു മനുഷ്യന്റെ, ഈ ഭൂമുഖത്ത് ജനിച്ചു വീഴുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ദൈവത്തെ ആരാധിക്കലാണെങ്കിൽ അവന്റെ ഏറ്റവും വലിയ അവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ദൈവത്തെ മഹത്വീകരിക്കുകയാണ്. എവറിത്തിങ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിന് വേണ്ടി സർവസ്വം. ഞാൻ ജോലി ചെയ്യുമ്പോൾ, ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുമ്പോൾ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? എൻ്റെ പ്രവൃത്തി മൂലം ദൈവത്തിന് മഹത്വം ഉണ്ടാവണം. ഞാൻ ആരുടെ പേര് പറഞ്ഞാണോ ആണയിട്ട് പറയുന്നത്, ആരുടെ പേരിലാണോ എൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത്, ആ ആളെ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ കാണിച്ചു കൊടുക്കണം. അങ്ങനെ കാണിച്ചു കൊടുത്ത് ഞാൻ അവനെ മഹത്വീകരിക്കണം. അങ്ങനെ മഹത്വീകരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കലാണ്. ആ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നിങ്ങളിൽ കൂടി ജീവിക്കുന്ന അവനെ കാണിച്ചു കൊടുത്ത് അവനെ മഹത്വീകരിക്കലാണ്. ആ മഹത്വീകരിക്കൽ ചെയ്യണമെന്നാണ് പറയുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ എന്ന്. ഇനിയും അപ്പോൾ ദൈവത്തിന്റെ ക്യാരക്ടറാണ് ഒന്നാം ഭാഗം. ഒന്നാമത്തെ 6-ാം അധ്യായത്തിൽ 6-9 എന്ന് പറയുന്ന ഒറ്റ വാക്യത്തില് ഇതാണ് ദൈവത്തിന്റെ ക്യാരക്ടറാണ് അടങ്ങിയിരിക്കുന്നത്. ഇനി അടുത്തത് എന്താ പറയുന്നത്? ദൈവരാജ്യത്തെ കുറിച്ച്, ദൈവത്തിന്റെ കിങ്ഡം, ഫാദേഴ്സ് കിങ്ഡം, അതേക്കുറിച്ച് പറയുന്നു. നിന്റെ രാജ്യം വരണമേ എന്ന്. അവൾ ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ച് നമുക്കൊരു സങ്കല്പമുണ്ട്. എന്നാ ദൈവരാജ്യത്തെ കുറിച്ചുള്ള സങ്കല്പം? ഞാൻ കുഞ്ഞുനാളിലൊക്കെ ആയിരുന്നപ്പോൾ എന്റെ സങ്കല്പം മുഴുവനും ദൈവരാജ്യം എന്ന് പറയുന്നത് അങ്ങ് ദൂരെ ഒരുപാട് ഗോള, എല്ലാ ഗോളങ്ങൾക്കും അപ്പുറത്ത്, ഒരുപാട് കാലങ്ങൾക്ക് അപ്പുറത്ത് ഒരു വലിയ തങ്ക സിംഹാസനം ഉണ്ടായിരിക്കും. ഒരു വലിയ കൊട്ടാരത്തിൽ, നല്ല വെണ്ണക്കല്ലുകളൊക്കെ പാകിയ നിരത്തുകളുള്ള ഒരു വലിയ കൊട്ടാരത്തിൽ, അതിനകത്ത് ഒരു തങ്ക സിംഹാസനം ഉണ്ടായിരിക്കും. ആ സിംഹാസനത്തിൽ ഒരു വലിയ അപ്പൂപ്പൻ ഇരിക്കുന്നുണ്ടാവും. നല്ല നരച്ച താടി മീശകളുള്ള, കരുണാർദ്രമായ കണ്ണുകളുള്ള ഒരു വലിയ അപ്പൂപ്പൻ അവിടെ ഇരിക്കുന്നുണ്ടാവും. അദ്ദേഹത്തിന് ചുറ്റും മാലാഖമാർ ആരാധിക്കുന്നുണ്ടാവും. വേറെ ചില മാലാഖമാർ വെഞ്ചാമരം വീശുന്നുണ്ടാവും. അങ്ങനെ വീശിക്കൊണ്ട് അവിടെ ഇരിക്കുന്ന ഈ അപ്പൂപ്പൻ അവിടെ ഇരുന്നു കൊണ്ട് താഴോട്ട് തന്റെ മക്കളെയൊക്കെ നോക്കി ഇരിക്കുന്നുണ്ടാവും.
ഇങ്ങനെയൊരു സ്ഥലമായിരിക്കും ദൈവരാജ്യം എന്ന് കുഞ്ഞുനാളിലൊക്കെ ഞാൻ വിചാരിച്ചു പോന്നു. ഇങ്ങനെയൊരു സങ്കല്പം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എത്ര പ്രാവശ്യം ഞാനത് അങ്ങനൊന്നും ഇല്ല എന്ന് വിചാരിച്ചാലും വീണ്ടും വീണ്ടും ആ ചിന്തകൾ തന്നെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ദൈവരാജ്യം അതെങ്ങനെയുള്ള രാജ്യമാണ്? അവിടെ എല്ലാവരും സമന്മാരാണ്. അവിടെ ആർക്കും വലിപ്പ ചെറുപ്പ ഭേദമില്ല. അവിടെ IAS എന്നോ നോൺ IAS എന്നോ തിരുമേനിയെന്നോ അച്ഛനെന്നോ ഒന്നും വ്യത്യാസമില്ല. അവിടെ ദൈവത്തിന് മുൻപാകെ എല്ലാവരും സമന്മാർ. അങ്ങനെയുള്ള ഒരു രാജ്യം, ആ രാജ്യം നാം സ്വപ്നം കാണുന്നു. അങ്ങനെയുള്ള ഒരു മഹാരാജ്യം ഉണ്ടാകണമേ എന്ന് നാം ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ നാം എത്തിച്ചേരാൻ പോകുന്ന നമ്മുടെ സ്ഥലം, ആത്യന്തികമായി നാം എത്തിച്ചേരാൻ പോകുന്ന സ്ഥലം അതാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഇനിയും അടുത്തത് എന്താ പറയുക? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്നാണ് അടുത്ത വാക്യം. എന്താ? ഫാദേഴ്സ് പ്രൊവിഷൻ. ഫാദറിന്റെ, അപ്പന്റെ കരുതൽ. അപ്പന്റെ കരുതലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ അപ്പൻ നമ്മളുടെ സ്വർഗ്ഗസ്ഥനായ നമ്മുടെ അപ്പൻ നമ്മളെ കരുതുന്നവനാണ്. നമുക്ക് വേണ്ടി എല്ലാം അവൻ കരുതി വെക്കുന്നുണ്ട്. ഒന്നും അവൻ മാറ്റി വെക്കുന്നില്ല. നമുക്ക് എന്ത് വേണോ അത് അവൻ നൽകിയിരിക്കും. അതിന് ഒരു സംശയവും നമുക്ക് വേണ്ട. നമുക്ക് ഒരു 50, 60, 70, 80, 100 വർഷത്തേക്ക് ആവശ്യമുള്ളത് എല്ലാം വേണമെന്ന് നാം ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. അത് നൽകാൻ കെൽപ്പുള്ളവനാണ് അപ്പൻ. പക്ഷെ അപ്പനോട് എന്റെ 100 വയസ്സ് വരെ എനിക്ക് ജീവിച്ചിരിക്കാൻ വേണ്ടുന്ന എല്ലാ സന്നാഹങ്ങളും നൽകണമേ, അതിനുവേണ്ട ഒരു വലിയ കൊട്ടാരം എനിക്ക് തരണമേ, നല്ല ബെൻസ് കാർ എനിക്ക് തരണമേ, എനിക്ക് എന്റെ കൊച്ചുങ്ങളെയൊക്കെ നല്ല രീതിയിൽ കെട്ടിക്കാനുള്ള കെൽപ്പുണ്ടാക്കി തരണമേ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല. ദൈവത്തിന് അറിയാം എന്താണ് നമുക്ക് വേണ്ടത്, എന്താണ് ഈ കുഞ്ഞിന് വേണ്ടുന്നത് എന്ന് അവന് നന്നായി അറിയാം. അവനോട് നാം ഒറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി, എനിക്ക് അന്നുള്ള ആഹാരം എനിക്ക് നൽകണമേ. അപ്പോഴുള്ളത് തന്നാൽ മതി, കൂടുതൽ നൽകണ്ട. ഒരു പ്രാർത്ഥന ഇതിനകത്ത് സദൃശ്യവാക്യങ്ങളിൽ മനോഹരമായ ഒരു പ്രാർത്ഥന ഉണ്ട്. അതിൽ ആ പ്രാർത്ഥന അതിങ്ങനെ ഈ ഭാഗം വായിച്ചതിന് ശേഷം ഞാനും എൻ്റെ ഭാര്യയും എല്ലാ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ നേരത്ത് ഈ ഭാഗം ചൊല്ലും. 2 കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ, വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. കാരണം എന്താ? ഞാൻ തൃപ്തനായി തീർന്നാൽ യഹോവയോ അതാർ എന്ന് ചോദിച്ച് ഞാൻ നിന്നെ നിഷേധിക്കും. അല്ല, ഞാൻ ദരിദ്രനായി തീർന്നാലോ എങ്കിൽ ഞാൻ മോഷ്ടിച്ച്, എനിക്ക് ജീവിക്കണ്ടേ, അതിനുവേണ്ടി ഞാൻ കള്ളത്തരം കാണിച്ച് കൈക്കൂലി വാങ്ങി മോഷ്ടിച്ച് മറ്റുള്ളവന്റെ സമ്പത്ത് അന്യായമായി പിടിച്ചു പറിച്ച് ഞാൻ നിന്റെ നാമത്തെ അധിക്ഷേപിക്കുകയും ചെയ്യും. നിന്റെ നാമത്തെ തീണ്ടിപ്പാനും ഇടവരരുതേ. അതാണ് സദൃശവാക്യങ്ങൾ 30-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. 2 കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, ജീവപര്യന്തം അവ എനിക്ക് നിഷേധിക്കരുതേ, വ്യാജവും ഭോഷ്കും എന്നോട് അകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് ചോദിച്ച് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എന്റെ ദൈവത്തിന്റെ നാമത്തെ തെറ്റിപ്പാനും സംഗതി വരുത്തരുതേ എന്ന് ഈ ഭാഗത്തിൽ എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിത്യമേലുള്ള ആവശ്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ മറ്റു കൂടുതൽ ആവശ്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ പറയും, എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്. പരുമല പള്ളിയിൽ വന്ന് നിങ്ങൾ ഈ തീർത്ഥാടന വാരത്തിൽ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ഒരുപാട് ദൂരം നടന്ന് നിങ്ങൾ ഉപവസിച്ച് ഇവിടെ വന്ന് പറയുമ്പോഴും നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, പള്ളിയിൽ വന്നിട്ട് ഒരു വലിയ ലിസ്റ്റുമായിട്ട് വരികയാണ് നമ്മളെല്ലാവരും. എൻ്റെ ഓരോരോ ആവശ്യങ്ങളും എഴുന്നള്ളിക്കാൻ വേണ്ടി ഒരു നിവേദനം നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അത് പരസ്യമാക്കുന്നില്ല എങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു നിവേദനമുണ്ട്, ഇല്ലേ? എനിക്കും ഉണ്ട് ഇങ്ങനെ ചില നിവേദനങ്ങൾ. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളുടെ മുൻപിൽ തുറന്നു പറയുകയാണ്. എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. അവൻ മൂത്ത മകളുടെ കല്യാണ ആലോചിക്കുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചു നല്ലൊരു ചെറുക്കനെ കിട്ടണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അന്വേഷണം തുടങ്ങി. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ജർമ്മനിയിലുള്ളൊരു ഫ്രണ്ട് പറഞ്ഞു, ജിജി ഇവിടെ ഫ്രാൻസിൽ ഒരു സ്ഥലമുണ്ട്, ഫ്രാൻസിൽ
ലൂർദ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ? വളരെ വലിയ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ്. കത്തോലിക്കരുടെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ലൂർദ്. അവിടെ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണത്. ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് 1 അല്ല 12 പ്രാവശ്യം അവിടെ പ്രത്യക്ഷപ്പെട്ടു. അന്ന് പെൺകുട്ടി വന്ന അച്ഛനോട്, വികാരി അച്ഛനോട്, ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു, ഒരു മാതാവ് വെള്ള തുണിയൊക്കെ കൊടുത്ത് നല്ല നീല കസവുള്ള ഒരു സാരിയുമായി വന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പം അവർക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. അങ്ങനെ പല പ്രാവശ്യം അവളെ തള്ളിക്കളഞ്ഞു. അത് കഴിഞ്ഞ പിന്നീട് അവർക്ക് മനസ്സിലായി പറഞ്ഞത് സത്യമാണെന്ന്. അവിടെ ഇന്നും ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരാണ് ലൂർദിൽ ചെല്ലുന്നത്. അപ്പൊ എന്റെ സ്നേഹിതൻ പറഞ്ഞു, ജിജി ഒരു കാര്യം ചെയ്യണം, ജിജിയും ഭാര്യയും കൂടെ നോയമ്പ് നോക്കി ഇവിടെ വരാമെങ്കിൽ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കൂടെ ലൂർദിൽ കൊണ്ടുപോകാം. അവിടെ ചെന്ന് നമ്മുടെ ആവശ്യം പറഞ്ഞിട്ട് അത് ഇങ്ങനെ നടന്നിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ലൂർദിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വേറൊരു ഹൈന്ദവനായ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അതിൽ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരു IAS ഓഫീസറാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്രയും ലോകം മുഴുവൻ കണ്ടല്ലോ, ഞാൻ അത്രയും യാത്ര ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹം ജോലിയിൽ ഒരുപാട് യാത്ര ചെയ്യാനുള്ള സൗകര്യമുള്ള ഒരു ജോലിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഇത്രയും രാജ്യങ്ങൾ സന്ദർശിച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? ഒരു ഹൈന്ദവനാണ് എന്ന് ഓർക്കണം. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ജിജി ഞാൻ കണ്ടുകൊണ്ടിരിക്കും ഏറ്റവും വലിയ സ്ഥലം ലൂർദാണെന്ന്. അപ്പൊ ലൂർദോ അതുകൊണ്ട് അങ്ങനെ പറയാൻ കാര്യം? അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞു, ഇറ്റ് ഇസ് എൻ ഇലക്ട്രിഫൈങ് പ്ലേസ്. അവിടെ ചെന്നാൽ വൈദ്യുതി കയ്യിൽ കൂടി ഇങ്ങനെ പ്രവഹിക്കും, അങ്ങനത്തെ സ്ഥലമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അവിടെ ചെന്നപ്പോൾ അങ്ങനെ തോന്നിയോ? അപ്പൊ പറഞ്ഞു, എനിക്ക് അവിടെ ചെന്നപ്പോൾ തോന്നി, എനിക്ക് ഇലക്ട്രിഫൈങ് ആണെന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്നേഹിതനും കൂടി പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, എന്ത് വന്നാലും ശരി ലൂർദിൽ പോവുക തന്നെ എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഞങ്ങൾ നോയമ്പൊക്കെ നോക്കി ജർമ്മനിയിലുള്ള കൊളോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ സ്നേഹിതൻ്റെ അടുത്ത് ചെന്നു. അപ്പൊ ആ സ്നേഹിതൻ കത്തോലിക്കനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയും ഇതേപോലെ നോയമ്പ് നോക്കി. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ വിചാരിച്ചു, പ്ലെയിനിൽ പോകുന്നതിന് പകരം എന്തായാലും ഇത്രയും ദൂരം യാത്ര ചെയ്യണം, അപ്പൊ കാറിൽ പോകാം എന്ന് വിചാരിച്ച് ഞങ്ങളൊരു കാർ വാടകയ്ക്ക് എടുത്തു. വാടകയ്ക്ക് എടുത്തിട്ട് അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്രൈവിംഗ് അറിയാമെങ്കിലും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് അറിയത്തില്ല. അവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എൻ്റെ കൂട്ടുകാരനും ഭാര്യയ്ക്കും മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ജർമ്മനിയുടെ അറ്റത്തു നിന്നും ഫ്രാൻസിന്റെ തെക്കേ അറ്റം വരെ പോകണം. 10,000-2000 മൈലുകൾ കാർ ഓടിച്ചു പോകണം. അപ്പൊ കുറച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സ് വേണം. അപ്പൊ ഒരാളെയും കൂടെ കൂട്ടാമെന്ന് പറഞ്ഞപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്ത്, ഒരു മുസ്ലിം സുഹൃത്ത്, കബീർ എന്നായ പേര്, അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ വരാമെന്ന് പറഞ്ഞു. ആ ഭാര്യ വരാനുള്ള കാരണം ഭാര്യയ്ക്ക് മാതാവിൽ വലിയ വിശ്വാസമാണ്. മുസ്ലിം വനിത, അവർക്ക് പരിശുദ്ധ കന്യകാ മാതാവ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറം വേറൊന്നുമില്ല. അതുകൊണ്ട് അവർക്കും അവിടെ ലൂർദിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങളും കൂടെ വരാം. അപ്പോൾ ശരി, 2 ഡ്രൈവേഴ്സും കൂടെ കിട്ടുമല്ലോ. അങ്ങനെ ഞങ്ങൾ 3 ഫാമിലി 6 പേര് അപ്പോൾ കാറ് മാറി ഒരു ചെറിയ വാനാക്കി ഞങ്ങൾ യാത്ര ചെയ്ത് ലൂർദിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആ പള്ളി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ദിസ് ഈസ് എ ഡിഫറെന്റ് പ്ലേസ്. ഇതൊരു ഇലക്ട്രിഫൈങ് പ്ലേസ് തന്നെയാണ്. കാരണം വലിയൊരു പള്ളി, അവിടെ ചെന്ന് കാണുമ്പോൾ തന്നെ മനോഹരമായ പള്ളി. ആ പള്ളിക്ക് ആയിരക്കണക്കിന് ആൾക്കാരാണ് വരുന്നവരെങ്ങനെയാണ് വരുന്നത്? വലിയ വലിയ മെഴുകുതിരികൾ, ഒരാളിന്റെ പൊക്കമുള്ള 6 അടി പൊക്കമുള്ള വലിയ വണ്ണമുള്ള മെഴുകുതിരികൾ 5-6 പേര് തോളയില് തൂക്കി കൊണ്ടുവരികയാണ്. അതാണ് അവിടെ ചുറ്റും കത്തിച്ചു വെക്കുന്നത്. പള്ളിക്ക് അകത്തല്ല, പള്ളിക്ക് ചുറ്റും ഒരു 1.5 കിലോമീറ്റർ ദൂരം മെഴുകുതിരി കത്തിക്കാൻ മാത്രമുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം കത്തിച്ചു വെക്കുന്നു. അപ്പോൾ രാത്രി നോക്കുമ്പോൾ എല്ലായിടത്തും ശോഭയാണ്, ശോഭ ചെറിഞ്ഞു നിൽക്കുന്ന മെഴുകുതിരികൾ. കാരണം മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ കുഞ്ഞിനോട് പറഞ്ഞു, നീ മെഴുകുതിരിയുമായി കത്തിച്ച് ഇവിടെ വന്ന് ആരാധിക്കണമെന്ന് പറഞ്ഞു. അതിനുകൊണ്ടാണ് ആളുകൾ മുഴുവൻ മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് അവിടെ ചെല്ലുന്നത്. അത് ചെന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പള്ളിയിൽ പ്രവേശിക്കാൻ വേണ്ടി നോക്കി. മെയിൻ മദ്ബഹായിലേക്ക്, അൾത്താരയിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചിട്ട് 3 പള്ളികളുണ്ട്, മുകളിൽ നടുക്ക താഴെ. അപ്പം ഞങ്ങൾ മെയിൻ പള്ളിയിലേക്ക് ചെന്നു. അവിടെ നമ്മൾ അകത്ത് കയറാൻ നിവൃത്തിയില്ല. അതിന് മാത്രം രോഗികളാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും രോഗികളെ കൊണ്ടുവരികയാണ്. സ്ട്രക്ചറിലാണ് കൊണ്ടുവരുന്നത്. സ്ട്രക്ചറിൽ ആളുകളെ കൊണ്ടുവരുന്നു, വീൽ ചെയറിൽ കൊണ്ടുവരുന്നു. രോഗികൾ മാത്രമേ ഉള്ളൂ. ആ രോഗികളെ കണ്ടാലോ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ടെർമിനൽ ഡിസീസ് നമ്മൾ പറയും. അത് മരിക്കുമെന്ന് ഉറപ്പുള്ള രോഗികൾ മാത്രമേ അവിടെ കൊണ്ടുവരുന്നുള്ളൂ. അവരെ ബൈസ്റ്റാൻഡേഴ്സ് കൊണ്ടുവന്നിട്ട് അവരെ എല്ലാം പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ എൻ്റെ സുഹൃത്ത് വളരെ ബന്ധപ്പെട്ട ഞങ്ങളെ രണ്ടുപേരെയും ആളുകൾ ഇടയ്ക്കൂടെയൊക്കെ കയറ്റി കഴിവിനത്ര മുൻപിൽ കൊണ്ടെത്തിച്ചു. പക്ഷെ അവിടെ എത്തിയപ്പോഴും എൻ്റെ മുമ്പിൽ 12 വരികൾ മുഴുവനും രോഗികൾ കിടക്കുക. അവരെ സ്ട്രക്ചറിൽ കിടത്തിരിക്കുകയാണ് രോഗികൾ.
ഞാനൊരാളുടെ അടുത്ത് ഒരു പള്ളിയുടെ ഒരു തൂണിനടുത്തോട്ട് ചെന്ന് നിന്നു. എൻ്റെ അടുത്തിരിക്കുന്നത് ഒരു വീൽ ചെയറിലെ ഒരു രോഗിയാണ്. കഴുത്ത് ഇങ്ങനെ കിടക്കുക, നേരെ വെക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് അടുത്ത് നിൽക്കുന്ന ബൈസ്റ്റാൻഡർ തലയൊന്ന് നേരെ വെക്കാൻ ശ്രമിക്കും, പിന്നെയും തല ഇങ്ങനെ പോകും. ഇങ്ങനെ ദയനീയമായ കാഴ്ച. ആ പള്ളിയിൽ നിൽക്കുന്ന എല്ലാവരും കരഞ്ഞാണ് നിൽക്കുന്നത്. ആൾത്താരയിൽ നിൽക്കുന്ന തിരുമേനിയും ഫ്രാൻസിൽ നിന്നുള്ള ഒരു പിതാവായിരുന്നു. അദ്ദേഹം ഫ്രഞ്ച് ഭാഷയിലാണ് കുർബാന ചൊല്ലിയത്. എങ്കിലും എനിക്ക് അവരുടെ കുർബാന ഒരുമാതിരിയൊക്കെ വശമാണ്. അതുകൊണ്ട് അവരെ എന്ത് പറഞ്ഞാലും എനിക്ക് മനസ്സിലാവും. അപ്പോൾ അവിടെ നിൽക്കുന്ന അച്ഛന്മാരും എല്ലാവരും കരയുകയാണ്. ഞാനിങ്ങനെ ഒരു ദൃശ്യം കണ്ടിട്ടില്ല. പള്ളിയിൽ നിൽക്കുന്ന എല്ലാവരും കരഞ്ഞു നിൽക്കുക, എല്ലാ അൾത്താരയിൽ നിൽക്കുന്നവരും കരഞ്ഞു നിൽക്കുക, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്തൊരു ശക്തിയാണെന്നറിയാമോ ഈ പ്രാർത്ഥനയ്ക്ക്? ആ പ്രാർത്ഥനയിൽ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ആവശ്യം മറന്നുപോയി. അപ്പോൾ എൻ്റെ ഇടതും എൻ്റെ വലതും എൻ്റെ മുൻപിലും എൻ്റെ പിൻപിലും നിൽക്കുന്നവരുടെ ദയനീയ അവസ്ഥ കണ്ടപ്പോൾ, ദൈവമേ, എനിക്കിങ്ങനൊരു അവസ്ഥ നീ നൽകിയില്ല. ഈ പാവപ്പെട്ട ഈ മനുഷ്യരെ ഞാൻ ഒരിക്കലും തിരിച്ചറിയാൻ പോകാത്ത, ഒരിക്കലും പരിചയപ്പെടാൻ പോകാത്ത, ഇവർക്കുണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ, ഈ പ്രയാസങ്ങൾ, ഈ വേദനകൾ നീ കാണുന്നില്ലേ? അവരെ അനുഗ്രഹിക്കണമേ, അവർക്ക് അല്പമെങ്കിലും അവർക്ക് സമാധാനം കൊടുക്കണമേ, വേദന കുറച്ചു കൊടുക്കണമേ എന്ന് പറയാനല്ലാതെ എൻ്റെ ആവശ്യം പറയാൻ സാധിച്ചില്ല. ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, അന്ന് എനിക്ക് എൻ്റെ നിവേദനം സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവിടെ നിന്നപ്പോൾ കരയുകയല്ലാതെ ഒരു മാർഗമുണ്ടായിരുന്നില്ല. അടുത്ത് നിൽക്കുന്നവന് വേണ്ടി കരയുക, അടുത്ത് നിൽക്കുന്ന അനുജനെ കാണാൻ കണ്ണുകൾ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടായി. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം തിരിച്ചു പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല, ഒരു ദിവസം കൂടെ നിൽക്കണം. വീണ്ടും ഒരു ദിവസം കൂടെ നിന്നു. അന്ന് അവിടെ രാത്രിയിൽ നടന്ന റാസ ഞാൻ കണ്ടു. ഞാൻ അന്ന് അച്ഛനായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ജോൺ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ, റാസ് നടക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണണം, അവിടെ വരണം. കാരണം ഞാൻ ഇവിടെ ഒരിക്കൽ ഇവിടെ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പരുമലപ്പള്ളിയിൽ പ്രസംഗിക്കാൻ വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് താമസിച്ച് ഇവിടുത്തെ റാസയിൽ പങ്കെടുത്ത് ഇവിടെ പ്രസംഗിക്കണം എന്ന് വിചാരിച്ചു. അന്ന് റാസയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു വരേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. കാരണം എനിക്കറിയില്ല, ഒസ്താദ് സുബ്ബേനി ചെറുപ്പകാലത്ത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. തിരുമേനി പറയുന്നതിൻ്റെ കാരണങ്ങൾ അതൊക്കെ ആവാം. എന്തായാലും അവിടുത്തെ റാസ ഒരു വ്യത്യസ്തമായിരുന്നു. എല്ലാവരും മെഴുകുതിരികൾ പിടിച്ചുകൊണ്ട് പള്ളിയുടെ 2 ഭാഗങ്ങളിൽ എന്ത് അച്ചടക്കത്തോടെയാണ് വരുന്നത്. വന്ന് അവർ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് നിന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന ആ അവസ്ഥ എല്ലാവരും ഒരേപോലെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു റാസ കാണാൻ ലോർദ് വരെ പോകണമെന്നൊന്നുമില്ല. ഇവിടെ തിരുവനന്തപുരത്തെ ശാന്തിഗിരി എന്നൊരു സ്ഥലമുണ്ട്. ആ ശാന്തിഗിരിയിലെ എല്ലാ വർഷവും അവരവിടെ ഇതേപോലെ ഒരു റാസ നടത്തുന്നുണ്ട്. ഞാൻ നമ്മുടെ കാര്യം ചെയ്ത മാത്യൂസ് ദിദിയും ബാവയും കൊണ്ട് അവിടെ കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് റാസ നടക്കുന്നത്. എല്ലാവരും വെള്ളയും മാത്രം ധരിക്കും. വെള്ള വസ്ത്രമല്ലാതെ ആരും ഒന്നും വേറൊരു വസ്ത്രം അവിടെ കാണാനില്ല. അവരെല്ലാവരും ഒരുമിച്ച് വരുന്നു. ഒരു വലിയ കുളത്തിൽ പിന്നെ കയറിട്ട് കെട്ടിത്തൂക്കി അതിനകത്ത് കുതിരക്കുമിട്ട് പുകച്ച് നമ്മൾ ധൂപക്കുറ്റി വീശുന്നത് പോലെ കുറേ ബ്രഹ്മചാരികൾ ആ ധൂപക്കുറ്റിയും വീശിക്കൊണ്ടു പോകുന്നു. അങ്ങനെ പോകുന്ന എല്ലാവരും അവരുടെ തലയിൽ മൺകുടവുമായി വരുന്നു. ആ മൺകുടമെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ദേവന്റെ തിരുമുൻപിൽ ചെന്നിട്ട് അത് സമർപ്പിക്കുന്നു. ഇതാണ് അവരുടെ റാസ. ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നമുക്കൊന്നും ഇത് സാധിക്കുന്നില്ല. അതുപോലെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. വീണ്ടും എൻ്റെ പ്രസംഗത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇത് ഈ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ എൻ്റെ സുഹൃത്ത് ചോദിച്ചു, നല്ല ചെറുക്കനെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചോ? അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല സ്നേഹിത, എനിക്ക് പറയാൻ തോന്നിയില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ദൈവം അത് എൻ്റെ ആവശ്യം എന്തോ അത് നിവർത്തിച്ചു തരും. ഞാൻ അവിടെ നിന്ന് മടങ്ങി കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. കൊച്ചിയിൽ ലാൻഡ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പത്രത്തിൽ ഒരു പയ്യൻ്റെ ഒരു ഫോട്ടോ വന്നു. അത് നമ്മൾ പത്തനംതിട്ട കാതോലിക്കേറ്റ് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരിക്കുന്ന ഫാദർ ജേക്കബ് ഫിലിപ്പിൻ്റെ മകൻ ഫിലിപ്പ് ജേക്കബ് IIM അഹമ്മദാബാദിൽ നിന്നും ആദ്യമായി 1ാം റാങ്കോടുകൂടി പാസ്സായിരിക്കുന്നു എന്ന ഒരു ന്യൂസ് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതാണ് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്ന ചെറുക്കനെന്ന് വിചാരിച്ചു. ആ ചെറുക്കനെ ഞാൻ എൻ്റെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. ചുരുക്കി പറയുക. അപ്പോൾ എന്തിനാണ് പറഞ്ഞതെന്നറിയാമോ? നോക്കൂ, ആവശ്യത്തിന് വേണ്ടി പോയി പറഞ്ഞില്ല. പക്ഷേ തിരിച്ചു വന്നപ്പോൾ അത്
ദൈവത്തിന് അറിയാമായിരുന്നു എന്താണ്, ആരാണ്, എവിടെയാണ്. ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല അത് എങ്ങനെയാണ് ആ വിവാഹം നടന്നത്. യാതൊരു ഒരുക്കങ്ങളും ഉണ്ടാകാതെ ഇരുന്നപ്പോഴും അത് ദൈവം തമ്പുരാൻ നടത്തി തന്നു. ഇതാണ് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ളത്, നമുക്ക് നിത്യവും ആവശ്യം എന്തോ അത് പറഞ്ഞാൽ മതി. കൂടുതൽ കാര്യങ്ങൾ പറയണ്ട. എനിക്ക് 5 വർഷം കഴിഞ്ഞ് 1 വർഷം കൂടെ കഴിഞ്ഞിട്ട് കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആവണമെന്നും അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ആവണമെന്നും ഒന്നൊന്നും പറഞ്ഞ് ഞാനിപ്പോൾ കർത്താവിനോട് പരാതിപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് എന്താണ് വേണ്ടത് എന്ന് അവനൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ ഞാനത് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ നമ്മൾ മൂന്നാമത്തെ കാര്യം കാണുന്നത് ഫാദേഴ്സ് പ്രൊവിഷനാണ്. ഞാൻ ആദ്യം ഫാദേഴ്സ് ക്യാരക്ടർ പറഞ്ഞു, 2 ഫാദേഴ്സ് കിങ്ഡം, മൂന്നാമത്തെ ഫാദേഴ്സ് പ്രൊവിഷൻ, അവന്റെ കരുതൽ. ഇനിയുമുണ്ട് ഫാദേഴ്സ് ഫർഗിവ്നെസ്. അടുത്ത വരി എന്താ? അടുത്തത് പറയുന്നത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ് പറയുന്നത്. ഫാദേഴ്സ് ഫർഗിവ്നെസ് ആണ്. ഫാദർ, അപ്പൻ, അവനെല്ലാം മറക്കുന്നവനാണ്, പൊറുക്കുന്നവനാണ്. അപ്പോൾ അങ്ങനെ പൊറുക്കാൻ കഴിയണമേ. അവന് ആ ഫർഗിവ്നെസ് നമുക്കും ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു സംഭവം ഞാൻ കൊണ്ടുവരട്ടെ. നിങ്ങൾക്കറിയാം, സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റായിരുന്ന ആദ്യത്തെ പ്രസിഡന്റായി കറുത്തവർഗക്കാരനായ പ്രസിഡന്റായ നെൽസൺ മണ്ടേല, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ പുരുഷായുസിൽ 30 വർഷത്തോളം ഒരു ഏകാന്ത തടവിലായിരുന്നു. 30 വർഷം ഒരു മനുഷ്യൻ ഒരു സെല്ലിൽ കിടക്കുക. ആലോചിച്ച് നോക്കി, ഒരാളോടും സംസാരിക്കാൻ കഴിയാതെ അദ്ദേഹത്തെ ഒരു ഏകാന്ത തടവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹം ചെയ്ത കുറ്റം എന്താ? തന്റെ രാജ്യത്ത് നിന്നും വെള്ളക്കാർ കടന്നു പോകണം. ഇത് കറുത്തവർഗക്കാരുടെ രാജ്യമാണ്, ഇത് ഞങ്ങളുടെ രാജ്യം, ഞങ്ങൾ തന്നെ ഭരിക്കണം. നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ അദ്ദേഹവും പറഞ്ഞു. അപ്പോൾ അവിടുത്തെ വെള്ളക്കാർ എന്ത് ചെയ്തു? അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ ഇട്ടു. 1 വർഷത്തേക്കല്ല, 2 വർഷത്തേക്കല്ല, വർഷങ്ങൾ അദ്ദേഹം ജയിലിൽ കിടന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ 30 വർഷം ഒരു മനുഷ്യൻ ഏകാന്ത തടവിൽ കിടക്കുക. അത് കഴിഞ്ഞിട്ട് വെള്ളക്കാർ തോറ്റു. എന്നിട്ട് പറഞ്ഞു, ഓക്കെ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഇനി അന്ന് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റായിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി ജയിലിൽ നിന്നും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള വേദിയിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ കൂടെ ആരാണ് പോയെന്നറിയാമോ? അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരുന്നില്ല. 30 വർഷം അദ്ദേഹത്തെ പീഡിപ്പിച്ച ജയിലറാണ് അദ്ദേഹത്തിന്റെ കൂടെ പോയത്. 30 വർഷവും ജയിലറായിരുന്ന ആളിനെ കൂട്ടിക്കൊണ്ട് നെൽസൺ മണ്ടേല സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേദിയിലേക്ക് പോയി. എന്നിട്ട് അപ്പോൾ കറുത്തവർഗക്കാർ പറഞ്ഞു, ഞങ്ങളെ കഴിഞ്ഞ വർഷങ്ങളോളം ഞങ്ങളെ പീഡിപ്പിച്ച, ഞങ്ങൾക്ക് ദുരിതം സമ്മാനിച്ച ഈ വെള്ളക്കാരെ ഒരു പാഠം പഠിപ്പിക്കണം, അവരെയൊക്കെ ശിക്ഷിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കവർന്നെടുത്ത, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൊന്നൊടുക്കിയ വെള്ളക്കാരെ ശിക്ഷിച്ചേ മതിയാവൂ എന്നവർ മുറവിളി കൂട്ടി. അപ്പോൾ പ്രസിഡന്റ് നെൽസൺ മണ്ടേല പറഞ്ഞു, ഓക്കെ, ഇത് പരിഹരിക്കാനായിട്ട് ഞാനൊരു കമ്മീഷനെ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ നാട്ടിലുള്ളത് പോലെ തന്നെ എന്ത് പറഞ്ഞാലും ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വേണം, ഇരിക്കുന്ന കമ്മീഷൻ വേണം, നിൽക്കുന്ന കമ്മീഷൻ വേണം, സ്റ്റാൻഡിംഗ് ജഡ്ജ്, സിറ്റിംഗ് ജഡ്ജ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവരും പറഞ്ഞു ഞങ്ങൾക്കും വേണം ഒരു കമ്മീഷൻ. അപ്പോൾ നെൽസൺ മണ്ടേല ഒരു കമ്മീഷൻ നിയോഗിച്ചു, ട്രൂത്ത് ആൻഡ് റിക്കൺസിലിയേഷൻ കമ്മീഷൻ, TRC, ട്രൂത്ത് ആൻഡ് റിക്കൺസിലിയേഷൻ കമ്മീഷൻ എന്നൊരു കമ്മീഷൻ, നല്ല പേര് ഒരു കമ്മീഷൻ നിയോഗിച്ചു. അദ്ദേഹം ജഡ്ജിയല്ല അവിടെ നിയമിച്ചത്, അതിന് ചെയർമാനായിട്ട് നിയമിച്ചത് സൗത്ത് ആഫ്രിക്കയുടെ ആർച്ച് ബിഷപ്പായിരുന്ന ഡെസ്മണ്ട് ടുട്ടുവിനെയാണ് അദ്ദേഹം അതിന്റെ ചെയർമാനായിട്ട് നിയോഗിച്ചത്. ഡെസ്മണ്ട് ടുട്ടു ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ചെയർമാൻ ആയിക്കൊണ്ട് ട്രൂത്ത് ആൻഡ് റിക്കൺസിലിയേഷൻ കമ്മീഷൻ അതിന്റെ സിറ്റിംഗ്സ് ആരംഭിച്ചു. അപ്പോൾ പറഞ്ഞു, കമ്മീഷൻ ആദ്യമേ പറഞ്ഞു, പരാതികളുള്ളവർക്ക് കമ്മീഷന് മുൻപാകെ ഒന്ന് പരാതിപ്പെടാം. പക്ഷെ പരാതികൾ വന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കും. എന്നാൽ അതിനകത്ത് വെള്ളക്കാർ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്ന് പരസ്യമായിട്ട് ക്ഷമ ചോദിച്ചാൽ, മാപ്പ് ഞങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ട്രൂത്ത് ആൻഡ് റിക്കൺസിലിയേഷൻ കമ്മീഷന്റെ സിറ്റിംഗ്സ് ആരംഭിച്ചു. ഓരോ ദിവസവും ഞെട്ടിക്കുന്ന കഥകൾ പുറത്തു വന്നുകൊണ്ടേയിരുന്നു. ആരും ഇങ്ങനെയുള്ള ഒരു ഭീകരാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കൽപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ ട്രൂത്ത് ആൻഡ് റിക്കൺസിലിയേഷൻ കമ്മീഷന്റെ സിറ്റിംഗ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഡെസ്മണ്ട് ടുട്ടുവിന്റെ അധ്യക്ഷതയിൽ മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് മനുഷ്യ ഹൃദയത്തെ തകർക്കുന്ന രീതിയിൽ ഒരു കഥ പറഞ്ഞു. എന്തായിരുന്നു കഥ? തന്റെ ഭർത്താവിനെയും തന്റെ മകനെയും വെള്ളക്കാരായ പോലീസുകാർ നിഷ്ഠൂരം കൊന്നൊടുക്കിയ കഥ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അതിന് പ്രതിയായിരുന്ന പോലീസുകാരൻ, എനിക്കിപ്പോഴും അദ്ദേഹത്തിന്റെ പേര്
ഓർമ്മ വരുന്നു, വാൻഡർബെൽറ്റ് എന്ന പോലീസ് വെള്ളക്കാരനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ചോദിച്ചു, ഡെസ്മണ്ട് ടുട്ടു ചോദിച്ചു, ബിഷപ്പ് ചോദിച്ചു, ശരിയാണോ ഈ പറഞ്ഞതൊക്കെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ ശരിയാണ്. ഒരു ദിവസം ഞാൻ ഈ കറുത്ത വർഗ്ഗക്കാരി സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് അവളുടെ മുൻപിലിട്ട് അവളുടെ ഭർത്താവിനെ ഞാൻ മർദ്ദിച്ചു. അവളുടെ മുൻപിലിട്ട് ഞാൻ അവനെ വെടിവെച്ച് കൊന്നു. എന്നിട്ട് ഞാൻ അവനെ അവളുടെ മുമ്പിൽ നിന്നും വലിച്ചിഴച്ച് ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഞാൻ മറവ് ചെയ്തു. ഒരു കാരണവശാലും അവൾക്ക് അവന്റെ ഭർത്താവിന്റെ കുടുംബത്തിൽ പോകാൻ ഒരു അവസരം ഉണ്ടാകരുത് എന്ന് കരുതി ഞാൻ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ വീണ്ടും 7 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ആ വീട്ടിൽ ചെന്ന് അവളുടെ ഏകജാതനായ മകനെ വീണ്ടും അവളുടെ മുൻപിലിട്ട് മർദ്ദിച്ച് അവശനാക്കി വെടിവെച്ച് കൊന്ന് അവനെ ഞാൻ നിർദ്ദയം കൊന്നു. സത്യമാണ് എന്ന് ഈ പോലീസുകാരൻ പറഞ്ഞു. വിശ്വസിക്കാൻ പറ്റുമോ? ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ പാവപ്പെട്ട ഈ ബിഷപ്പ് ചോദിച്ചു, ആരാണ് ഈ ക്രൂരതയ്ക്ക് വിധേയയായ സ്ത്രീ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ കറുത്തവർഗക്കാരിയായ ഒരു സ്ത്രീ, പാവപ്പെട്ട സ്ത്രീ മുന്നോട്ട് വന്നു. അത് പറഞ്ഞു, അതെ, ഈ ക്രൂരതയ്ക്ക് വിധേയയായ ഹതഭാഗ്യയായ സ്ത്രീ ഞാനാണ്. എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ബിഷപ്പ് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, 2 കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ 2 കാര്യങ്ങൾ? 1, എന്റെ ഭർത്താവിനെ എന്റെ മുൻപിലിട്ട് മർദ്ദിച്ച് അവശനാക്കി എന്റെ മുൻപിൽ വെടിവെച്ച് കൊന്ന് എവിടെയോ ദൂരെ കൊണ്ട് ഇയാൾ മറവ് ചെയ്തു എന്ന് ഇപ്പോൾ കോടതിയുടെ മുൻപാകെ പറഞ്ഞില്ലേ, ആ സ്ഥലത്തേക്ക് എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ അനുവദിക്കണം. അവിടെ ചെന്നിട്ട് അവന്റെ കുഴിമാടത്തിൽ നിന്നും ഒരു പിടി മണ്ണെടുത്ത് കൊണ്ടുവന്ന് എനിക്ക് എന്റെ ഭർത്താവിന് ഒരു ഡീസന്റ് ബറിയൽ കൊടുക്കണം, മാന്യമായ ഒരു സംസ്കാരം കൊടുക്കാൻ എന്നെ അനുവദിക്കണം. അത് 1ാമത്തെ ആവശ്യം. ബിഷപ്പിന് ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ഇങ്ങനെ ഒരു സ്ത്രീ പറയുമോ? അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചു, 2ാമത്തെ കാര്യം. അപ്പോൾ പറഞ്ഞു, 2ാമത് എനിക്കൊരു ആവശ്യം കൂടിയുണ്ട്. എന്താണെന്നോ? ഒരു അമ്മയാണ് ഞാൻ, എനിക്കൊരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ മകനെ ഈ പോലീസുകാരൻ തട്ടിക്കൊണ്ടുപോയി, അവനെ ക്രൂരമായി കൊലപാതകം ചെയ്തു. പക്ഷെ ഒരു അമ്മ എന്ന നിലയിൽ എനിക്കിനിയും ഒരുപാട് സ്നേഹം പകർന്നു കൊടുക്കാനുണ്ട്. എന്റെ സ്നേഹം ഒരു അമ്മ എന്ന നിലയിൽ എനിക്ക് എന്തുമാത്രം സ്നേഹമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനായി ഈ പോലീസുകാരൻ 1 മാസം 2 ദിവസം എൻ്റെ കൂടെ വന്ന് ജീവിക്കണം. ഒരു അമ്മയ്ക്ക് മകനോട് എന്ത് സ്നേഹമുണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇത് ചെയ്യണം. ഞാനീ പറഞ്ഞത് വെറുതെയല്ല, അതുകൊണ്ട് പറഞ്ഞത് സത്യമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ പോലീസുകാരനെ ആശ്ലേഷിക്കാൻ എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞ് ഈ കറുത്തവർഗക്കാരിയായ സ്ത്രീ അവിടെ നിന്നും ഇറങ്ങി ഈ പ്രതിക്കൂട്ടിൽ നിന്ന് ആ പോലീസുകാരനെ ആശ്ലേഷിക്കാനായി ചെന്നു. പോലീസുകാരൻ അപ്പോഴേക്കും മോഹാലസ്യപ്പെട്ട് വീണ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ സഭ മുഴുവനും ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും മനോഹരമായ ഒരു പാട്ടുണ്ട്, അമേസിംഗ് ഗ്രേസ് എന്ന് പറഞ്ഞ പാടുന്ന ആ പാട്ട് എല്ലാവരും കൂടെ ചൊല്ലാൻ തുടങ്ങി. അമേസിംഗ് ഗ്രേസ്, ഇതാണ് അമേസിംഗ് ഗ്രേസ്. ദൈവത്തിന്റെ എന്തൊരു മഹത്തായ കൃപ നോക്കൂ. ഇങ്ങനെ ഒരു ഫർഗീവ്നെസ് ഇത് ഉണ്ടാക്കാൻ, ഇങ്ങനെ പറയാൻ സാധിക്കുമോ? നാം തീർത്ഥാടകരായി ഇവിടെ എത്തുന്നു. നമുക്കിതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ക്രൂരത കാണിച്ചവരോട്, നമ്മളോട് അപമാനം ചെയ്തവരോട്, നമ്മളെ കുറ്റപ്പെടുത്തിയവരോട്, അവരോട് പൊറുത്തുകൊണ്ട് അവരോട് എല്ലാം നിരപ്പായി ഇവിടെ കബറിങ്കൽ വരാൻ നമുക്ക് സാധിക്കുമോ? ദൈവം അങ്ങനെ ചെയ്താലേ നമ്മുടെ തീർത്ഥാടനം കൊണ്ട് അർത്ഥമുണ്ടാവുകയുള്ളൂ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നു. ഇതാണ് ഫാദേഴ്സ് ഫർഗിവ്നെസ്. അപ്പൊ ഫാദേഴ്സ് ക്യാരക്ടർ, ഫാദേഴ്സ് കിങ്ഡം, ഫാദേഴ്സ് പ്രൊവിഷൻ ആൻഡ് ഫാദേഴ്സ് ഫർഗിവ്നെസ്. ഇനി 2 കൂടിയുണ്ട്. അടുത്ത് ചോദിക്കുന്നത് എന്താണ്? ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ. അത് ഫാദറിന്റെ ഗൈഡൻസ് വേണം, അപ്പന്റെ ഗൈഡൻസ് ഉണ്ടാവണം. എങ്കിൽ ഞാൻ അപകടങ്ങളിൽ പെടില്ല. എനിക്ക് ടെംപ്റ്റേഷൻസ്, എൻ്റെ ജീവിതത്തിൽ പല ടെംപ്റ്റേഷൻസ് ഉണ്ടാകുന്നു. നല്ല ഉദ്യോഗം നൽകാം, അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപ തന്നാൽ ഞാൻ ഈ പണി തരാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾ ഞാൻ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ പല ടെംപ്റ്റേഷൻസ് എനിക്കും നിങ്ങൾക്കും നിത്യവും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഈ ടെംപ്റ്റേഷൻസിലേക്ക് ഞാൻ കടന്നുപോയാൽ അത് ഞാൻ മനുഷ്യനാണ്, എനിക്ക് ഒരു തെറ്റ് പറ്റിയെന്ന് വന്നേക്കാം. അങ്ങനെ തെറ്റ് പറ്റിപ്പോയാൽ അത് ഞാൻ ഈ പറഞ്ഞ എല്ലാത്തിനും വിരുദ്ധമായി പോവും. അതുകൊണ്ട് അങ്ങനെയുള്ള ടെംപ്റ്റേഷൻസിലൊക്കെ ഒന്നും എന്നെ കടത്തരുതേ, അങ്ങനെയുള്ള പരീക്ഷയിലേക്ക് എന്നെ പ്രവേശിപ്പിക്കരുത്, എനിക്ക് നിന്റെ ഗൈഡൻസ് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഫാദറിന്റെ ഗൈഡൻസും വേണം. ഇനി അത് മാത്രം പോരാ, ഫാദേഴ്സിന്റെ ഗൈഡൻസ് പോരാ, പിന്നെ ഫാദറിന്റെ പ്രൊട്ടക്ഷൻ വേണം. അതാണ് അവസാനം പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നു,
ദുഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഐ വാണ്ട് യുവർ പ്രൊട്ടക്ഷൻ. എന്നെ സംരക്ഷിക്കണമേ, എല്ലാ അപകടങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ എന്ന് പറയുന്നു. നോക്കൂ, ആ സംരക്ഷണം നമുക്ക് ദൈവം നമുക്ക് നൽകുമെന്ന് നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. ആ ഉറപ്പ് നമുക്കുള്ളപ്പോൾ നാം എന്തിനു ഭയപ്പെടണം? നമ്മെ എല്ലാ സ്ഥലത്തു നിന്നും നമ്മുടെ മേൽ പർവ്വതങ്ങൾ ഇടിഞ്ഞു വീഴട്ടെ, അല്ലെങ്കിൽ സമുദ്രം സമുദ്രത്തിൽ നാം അകത്ത് പെട്ടുപോകട്ടെ, അപ്പോഴും ദൈവം നമ്മെ സംരക്ഷിക്കും എന്ന ഉറപ്പ് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിതാവ്, നമ്മുടെ ദൈവം, നമ്മുടെ ഡാഡിയായ, നമ്മുടെ അപ്പനായ, അച്ചാച്ചനായ നമ്മുടെ ദൈവം തമ്പുരാൻ നമ്മെ സംരക്ഷിക്കും എന്ന് നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്. അപ്പോൾ കർത്താവ് പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ ഇന്റിമേറ്റ് ആയിട്ട് അഭിസംബോധന ചെയ്യുക. അവന്റെ സ്വഭാവം അതാണ്, ഹിസ് ക്യാരക്ടർ അതാണ്. അവന്റെ രാജ്യത്തെ കുറിച്ച് പറയുക, അവൻ നൽകുന്ന കരുതലിനെ കുറിച്ച് ഓർക്കുക, അവൻ നൽകുന്ന ഫർഗിവ്നെസ് നമുക്കും ഉണ്ടാകുക, അവന്റെ ഗൈഡൻസ് സ്വീകരിക്കുക, അവന്റെ പ്രൊട്ടക്ഷന് വേണ്ടി, അവന്റെ സംരക്ഷണത്തിന് വേണ്ടി ആവശ്യപ്പെടുക. അങ്ങനെ പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, പിന്നെ ഒരു മനുഷ്യനായി ജനിക്കുന്നവന്റെ ഏറ്റവും പ്രാഥമികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്, ആരാധനയാണ്. അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വീകരിക്കലാണ്, മഹത്വപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ തീർത്ഥാടന വാരത്തിൽ ഇവിടെ വരുന്ന എല്ലാവരും ഇതേപോലെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇവിടെ വന്ന് നോക്കുക. നിങ്ങൾക്ക് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടാവും, ഗ്യാരണ്ടി. അതിന് ഒരു സംശയവും വേണ്ട. അങ്ങനെയുള്ള ഒരു തീർത്ഥാടനമാവണം നാം നടത്തുന്നത്. നമ്മുടെ മനസ്സിലേക്ക് തന്നെ നാം ഒരു തീർത്ഥാടനം നടത്തണം. ഞാൻ പറഞ്ഞു, അമർനാഥ് ഗുഹയിലേക്ക് തീർത്ഥാടനം ചെയ്യാൻ പോയ സ്ത്രീ ചെയ്തതുപോലെ സ്വയം ഓരോ നിമിഷവും കർത്താവിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ച് ഇവിടെ വന്ന് ഈ വിശുദ്ധന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് അവന്റെ അനുഗ്രഹങ്ങൾ നേടാൻ നിങ്ങളെ ദൈവം തമ്പുരാൻ സജ്ജമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. ത്രിയേക ദൈവത്തിന്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സഭയിലെ സീനിയർ മെത്രാപ്പൊലീത്തയായിരിക്കുന്ന അഭിവന്യ ഓസ്താദ്യോസിന് വേണ്ടി മറ്റ് ശ്രേഷ്ഠ പിതാക്കന്മാരെ മുഖ്യ പ്രഭാഷണം നടത്തിയ ബഹുമാനായ ജിജി തോമസ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രശസ്ത വ്യക്തികളെ, വൈദിക ശ്രേഷ്ഠരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ 109ാമത് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള തീർത്ഥാടന വാരാഘോഷോദ്ഘാടനത്തിൻ്റെ സമാപനത്തിനത്തേക്ക് നമ്മൾ വന്നു ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞു പോയ 2 വർഷവും നന്ദി പ്രകാശിപ്പിക്കുക എന്നൊരു കടമയാണ് എനിക്കുണ്ടായിരുന്നത്. ഈ വർഷവും അത് പഴയപടി പോലെ തന്നെ എൻ്റെ ചുമലിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. നന്ദി പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു എളുപ്പമായ മാർഗമല്ല. പല പരാതികളും ഉണ്ടാകാവുന്ന ഒരു പരിപാടിയാണ്. പരിശുദ്ധ പരിമല തിരുമേനിയെക്കുറിച്ച് ഓർത്ത് ഒരു വാക്ക് പറയാതെ നന്ദിയിലേക്ക് പ്രവേശിക്കുന്നത് ഉചിതമല്ല എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. 109 വർഷത്തിന് മുൻപ് ഈ ലോകത്തിൽ ജീവിച്ച് പ്രാർത്ഥനാപൂർവം ജീവിതം നയിച്ച് സഭയുടെ വിശ്വാസത്തിൽ അടിത്തൂണായിരുന്നുകൊണ്ട് സഭയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു പുണ്യപിതാവിൻ്റെ തീർത്ഥാടന ഭാരം ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ പിതാക്കന്മാർ സഭയോട് എത്രമാത്രം തീഷ്ണതയും ധീരതയും പ്രാർത്ഥനയും വിശ്വാസധീരതയും ഉണ്ടെന്നുള്ളത് ഒന്ന് പരിശോധിച്ച് നോക്കുന്നതും നല്ലതായിരിക്കുമെന്ന് ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. പ്രസംഗങ്ങൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്, പ്രാർത്ഥനാ യോഗങ്ങൾ ഒത്തിരി കൂടിയിട്ടുണ്ട്, വിശ്വാസം ഒത്തിരി തീർത്ഥാടകരായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ ആഴത്തിലേക്ക് പ്രാർത്ഥനയുടെ ചിന്തയോ ആ രീതിയിലുള്ള ജീവിത രീതികളോ ക്രമങ്ങളോ ഉണ്ടോ എന്നും നമുക്ക് എല്ലാവർക്കും പരിശോധിക്കുന്നത്, ഈ പറയുന്ന ഞാനും പ്രസംഗിക്കുന്ന എല്ലാവരും പരിശോധന നോക്കുന്നത് വളരെയധികം സത്യമായിരിക്കും. അത്രയധികം സഭയെ സ്നേഹിച്ച് പ്രാർത്ഥിച്ച് ജീവിതം ഉപേക്ഷിച്ച് പോയ, ജീവിതം കളഞ്ഞ
ഒരു പുണ്യപിതാവിൻ്റെ പെരുന്നാളാണ് നമ്മൾ കൊണ്ടാടുന്നത്. ബഹുമാന്യ ജിജി തോമസ് സാറ് ഒരു ഉദാഹരണം പറഞ്ഞത് എന്നെ വളരെയധികം സ്പർശിച്ചു.